കേരള മുസൽമാന്റെ ആധികാരിക പരമാധികാര പരമോന്നത പണ്ഡിത തറവാട്ടു സഭ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, സമസ്തയുടെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പടയണി SKSSF-ന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈലി മുഖ്യപ്രഭാഷണം നടത്തുന്നു. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. صدق الله مولانا العلي العظيم. وقال سيدنا ونبينا محمد صلى الله عليه وسلم لن تؤمنوا حتى ترحموا فقالوا كلنا رحيم يا رسول الله قال إنه ليس برحمة أحدكم صاحبه ولكن رحمة للعام. صدق محمد صلى الله عليه وسلم. ഈ വേദിയുടെ അധ്യക്ഷൻ അഭിനന്ദനായ CM മുഹമ്മദ് കാസിം, വേദി ഉദ്ഘാടനം ചെയ്ത ചേലക്കര മണ്ഡലം MLA, ഏറെ സ്നേഹധന്യനായ സുഹൃത്തു കൂടിയായ UR പ്രദീപ്, അഭിനന്ദനായ മഹല്ല് ഖത്തീബ്, ബഹുമാന്യനായ TS മമ്മി സാഹിബ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മത സാമൂഹിക രംഗങ്ങളിലെ നിറസാന്നിധ്യങ്ങളായ നേതാക്കൾ, പ്രവർത്തകർ, വളരെ പ്രിയങ്കരരായ സഹോദരീ സഹോദരന്മാർ, വളരെ ആഹ്ലാദത്തോടു കൂടെയാണ് ഈ സന്ധ്യയിൽ നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ നാടിൻ്റെ ചിരകാല സ്വപ്നമായി നിന്നിരുന്നൊരു മസ്ജിദിൻ്റെ നിർമ്മാണാനന്തരം അതിൻ്റെ ഉദ്ഘാടനം അഭിനന്ദനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ നടത്തി. വളരെ സന്തോഷത്തോടെ നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കുകയാണ്. ഒരു മസ്ജിദിൻ്റെ നിർമ്മാണവും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും പറയേണ്ട ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മുമ്പിലുണ്ടെങ്കിലും അതിനേക്കാളും ഏറെ പ്രാധാന്യത്തോടുകൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് മുമ്പിൽ ഈ ഗ്രാമം വിളിച്ചു പറയുന്ന ഇന്നത്തെ കാലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി നിൽക്കുന്ന മാനവ മൈത്രിയെക്കുറിച്ച് പറയാനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എന്നോട് ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിലും മതത്തെയും മതസംബന്ധിയായ കാര്യങ്ങളെയും കുറിച്ച് പറയേണ്ടി വരുമ്പോഴൊക്കെ അതിലേറ്റവും പ്രധാനമായി നിൽക്കുന്നതും മാനവ മൈത്രി തന്നെയാണ്. ഈ ഗ്രാമം ഭാരത മഹാദേശത്തിന് തന്നെ ഒരു വലിയ മാതൃകയായി നിൽക്കുന്നത് പോലെ ഞാനിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഈ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ മുഴുവൻ ചിഹ്നങ്ങളായി ഈ നാട്ടിലെ വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സഹോദരീ സഹോദരന്മാർ ഒരുമിച്ചിരിക്കുന്ന കാഴ്ചയാണ് എന്നെ ഏറെ ആകർഷിപ്പിച്ചത്. നമ്മുടെ നാട് എന്ന് മാത്രമല്ല, നമ്മുടെ കാലം ഇന്ന് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യർക്കിടയിലെ ഈ സാഹോദര്യവും നന്മയും ഉണ്ടാകുക എന്നത്. പ്രത്യേകിച്ചും നമ്മുടെ ലോകത്ത് ഇന്നത്തെ അവസ്ഥയിൽ
ലോകം തന്നെയും ചില ഭരണാധികാരികളാൽ വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമോ എന്ന് പേടിക്കുന്ന കാലമാണ്. അമേരിക്ക പോലെയുള്ളൊരു വൻ രാജ്യം ഇനി നാളെ മുതൽ ഇന്ത്യക്കാരനും അതുപോലെ തന്നെ ഇന്ന വിഭാഗത്തിൽപ്പെട്ട മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കടന്നു ചെല്ലാൻ പാടില്ലാത്ത വിധം പ്രവേശനാനുമതി നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള ചില ഭരണ രീതികൾ കാണേണ്ടി വരുന്ന ചില ശകുനപ്പിഴകൾ എന്ന പോലെ നമുക്ക് കാണേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളും കൂടി ഉണ്ടാകുമ്പോൾ ഈ നാടും ലോകവും എങ്ങോട്ട് പോകുന്നു എന്ന് ഭയപ്പെടുത്തുന്ന വിധത്തിലുള്ള ഭീതി നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ഗ്രാമം അതിന് ഉത്തരമാകുന്നുവെങ്കിൽ ആ ഗ്രാമത്തെക്കുറിച്ച് പറയൽ ഏറ്റവും പ്രധാനമായി വരികയാണ്. ഈ മസ്ജിദിൻ്റെ പ്രകാശം അള്ളാഹുവിൻ്റെ വിശുദ്ധമായ പ്രകാശമാകുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ചൈതന്യമായി നിൽക്കുന്നത് അള്ളാഹു ആകുന്നു എന്നാണ്. അള്ളാഹു നൂറുസ്സമാവാതി വൽ അർൾ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ചൈതന്യമാണ് പടച്ച തമ്പുരാൻ. ആ ചൈതന്യത്തെ ആവാഹിക്കാൻ ആവശ്യമാകുന്ന വിധത്തിലാണ് മസ്ജിദുകൾ ഉണ്ടാക്കേണ്ടതും ആ ചൈതന്യത്തെ ആ അർത്ഥത്തിൽ ആവാഹിക്കാനിരിക്കുന്ന വിശ്വാസിയുടെ നിരന്തരമായ പ്രാർത്ഥനയുടെ സങ്കേതമായാണ് മസ്ജിദുകളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിന് ആകമാനം അങ്ങനെ ഒരു ചൈതന്യമുണ്ട് എന്ന് പറയുന്നിടത്ത് ആർക്കാ തർക്കമുണ്ടാകുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആർക്കിടയിലാണ് മതസംബന്ധിയായിട്ടുള്ള ആശയപരമായ വൈരുദ്ധ്യമുണ്ടാവുക? ഈ പ്രപഞ്ചത്തിന് ഒരൊറ്റ ചൈതന്യമേ ഉള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിൻ്റെ ഈ ചൈതന്യമാണ് ആകാശഭൂമികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. അതുതന്നെയാണ് കഠോപനിഷത്തിൽ ഇങ്ങനെ കാണാം: ന ചത്ര സൂര്യോഭാന്തി ന ചന്ദ്രതാരകം നേമോ വിദ്യുതോ ഭാന്തി കുതോമയമഗ്നി തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസാ സർവമിതം വിഭാതി. ഈ ആകാശങ്ങളിലെ താരകങ്ങൾക്കോ സൂര്യചന്ദ്രാദികൾക്കോ യാതൊരർത്ഥത്തിലും പ്രകാശമില്ല. ഈ വൈദ്യുതിക്ക് പ്രകാശമില്ല. പിന്നെ എങ്ങനെയാണ് പിന്നെ ലൗകികമായ അഗ്നിക്ക് പ്രകാശമുണ്ടാകുന്നത്? തമേവ ഭാന്തമനുഭാതി സർവം. അതെല്ലാം പ്രകാശിക്കുന്നത് ആ മഹാപ്രകാശത്തിൻ്റെ തണലിലാണ്. അതെല്ലാം പ്രകാശിക്കുന്നത് ആ പ്രകാശത്തിൽ നിന്നാകുന്നു എന്ന് പറയുന്നിടത്ത് ഉപനിഷത്തുകൾ സമ്മതിച്ചു തരുന്നൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഈ പ്രപഞ്ചത്തിന് മുഴുവനും അതിനെ ധരിച്ചു നിൽക്കുന്ന ഏകമായ ചൈതന്യമാകുന്നു പരമമായ സത്യം എന്ന് പറയുന്നിടത്താണ്. ആ പരമമായ സത്യത്തെ ആരാധിക്കാൻ പറയുന്നിടത്താണ് പരിശുദ്ധ ഇസ്ലാം നിൽക്കുന്നത്. ആ ഏകമായി നിൽക്കുന്ന സത്യത്തെ നോക്കി മാത്രമാണ്, ആ സത്യത്തിൻ്റെ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ പഠിപ്പിക്കുന്നിടത്താണ് ഇസ്ലാം ഏറ്റവും ശക്തമായി ഈ കാര്യം, അതായത് ഏകദൈവം എന്ന അർത്ഥത്തിലുള്ള വിശ്വാസത്തെ നിരന്തരമായി സ്ഥാപിച്ചു കൊണ്ടേ വരുന്നത്. അവിടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തും വിശുദ്ധ പ്രവാചകനും സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്നതാണ്. തർക്കമില്ലാത്തത്ര യോജ്യമായി നിൽക്കുന്ന ഒന്ന് എന്നെനിക്ക് പറയാൻ കഴിയും ആധികാരികമായി. കാരണം ഇന്ത്യയുടെ ഏറ്റവും പൗരാണികമായി നിൽക്കുന്ന വേദഗ്രന്ഥങ്ങൾ മുഴുവനും പറഞ്ഞു തരുന്നത് ഏകമാണ് സത്യം എന്നാണ്. ഏകം സത്, സത്ത് ഒന്നേയുള്ളൂ. പക്ഷേ അതിനെക്കുറിച്ച് വിപ്രാ ബഹുദാ വദന്തി, വിപ്രന്മാർ, അതായത് മറ്റുള്ളവർ, വിപ്രന്മാർ, പണ്ഡിതന്മാർ അതിനെ പലതായി പറയുന്നു എന്നേയുള്ളൂ. പക്ഷെ സത്ത് ഒന്നാണ്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായി നിൽക്കുന്ന സത്യം ഒന്നാണ്. ആ സത്യത്തെക്കുറിച്ച് പറയാനല്ലേ ലോകത്ത് വന്ന എല്ലാ ആചാര്യന്മാരും എല്ലാ പ്രവാചകന്മാരും പറഞ്ഞത് ആ സത്യത്തെക്കുറിച്ചാണ്. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ പ്രധാനമാണ്. എല്ലാ പ്രവാചകന്മാരും പറഞ്ഞുപോയ വലിയൊരു കാര്യം, ഈ ഭൂമിയിൽ മനുഷ്യനൊന്നാണ് എന്ന യാഥാർത്ഥ്യം പറയാതെ ആരും കടന്നു പോയിട്ടില്ല. ഞാൻ ഉറച്ചു പറയുന്നു, ലോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഉച്ചനീചത്വങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന, അവൻ്റെ വർണ്ണവർഗങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യത്വത്തിന് പ്രാധാന്യമുണ്ട് എന്നതാണ്. അതുകൊണ്ടല്ലേ യേശുവിൻ്റെ മുമ്പിൽ ചെന്ന് അല്പം വെള്ളം തരണമെന്ന് പറയുന്ന യേശുവിൻ്റെ മുമ്പിലേക്ക് പാനപാത്രം കൊടുക്കുന്ന പെൺകുട്ടി, ഞാൻ അങ്ങക്കെങ്ങനെയാണ് വെള്ളം തരേണ്ടത്? അങ്ങ് ജൂത മതത്തിൽപ്പെട്ട ജൂത
കുലത്തിൽ പിറന്ന വലിയ ഉന്നത ജാതീയനൻ എന്നർത്ഥത്തിൽ ഉന്നത ജാതനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ യേശുവിൻ്റെ മറുപടി ഇതാണ്: ഞാൻ ചോദിച്ച വെള്ളം ഒരു മനുഷ്യ സ്ത്രീയിൽ നിന്നാണ്. ഞാൻ ജൂതനാണെന്നോ അല്ലെങ്കിൽ ഒരു സെമിരിറ്റൻ പെണ്ണാണെന്നോ ആലോചിച്ചിട്ടല്ല. ഞാൻ കണ്ടത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു മനുഷ്യനാണ് എന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്നായിരുന്നു യേശു അന്ന് പറയുന്നത്. ശങ്കരാചാര്യർ കാശ്മീർ വഴി നടന്നു പോകുന്ന സമയത്ത് ചണ്ടാളൻ വന്നു നിൽക്കുന്നു എന്നൊരു കഥ പറയുന്നുണ്ട്. ചണ്ടാളനെ കാണുമ്പോൾ ശങ്കരാചാര്യരുടെ സ്വാഭാവികമായ രീതി അനുസരിച്ച് ചണ്ടാളനോട് മാറി നിൽക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ചണ്ടാളനോട് അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ ശങ്കരാചാര്യരോട് ചണ്ടാളൻ ചോദിക്കുന്നുണ്ട്, ആരോടാ മാറാൻ പറയുന്നത്? ആരെയാണ് അങ്ങ് ഉദ്ദേശിച്ചത്? കറുത്ത് വിരൂപിയായി നിൽക്കുന്ന എന്നോട് മാറാൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങും ഞാനും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? അങ്ങും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അങ്ങ് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു പോവുകയും ഞാനൊരു ചണ്ടാളനായി മാറുകയും ചെയ്തു എന്നതിൻ്റെ പേരിലാണോ എന്നോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നത്? എങ്കിൽ അങ്ങൊന്നറിയണം, ഏതൊക്കെ പ്രപഞ്ചത്തിൻ്റെ ഏതു കോണിലും നിലനിൽക്കുന്ന, ഏതു സമയത്തും പ്രകാശിതമായി നിൽക്കുന്ന മഹച്ചൈതന്യം എന്നിലും നിങ്ങളിലുമുണ്ടെന്ന ബോധ്യമാണ് എനിക്ക് അങ്ങയോട് പറഞ്ഞു തരാനുള്ളത്. ജാഗ്രസ്വപ്ന സുഷുപ്തിഷു യാ സംവിദുജൃംഭിതേ യാ ബ്രഹ്മാദി പിപീലികാന്ത തനുഷു പ്രോദാ ജഗത്സാക്ഷിണി. എല്ലാത്തിലും ഒളിഞ്ഞു നിൽക്കുന്ന ആ മഹാപ്രകാശം, ആ പ്രകാശം എന്നിലുമുണ്ട്, താങ്കളിലുമുണ്ട്. അങ്ങ് എന്നോട് മാറി നിൽക്കാൻ പറയുമ്പോൾ അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ നിന്നാണ് ശങ്കരൻ അത് വീണ്ടും പറഞ്ഞുകൊണ്ട് പറയുന്നു, ഈ ബോധ്യം എന്നെ പഠിപ്പിച്ചു തന്നത് ഈ ചണ്ടാളനാണ്. ആ ചണ്ടാളൻ തന്നെയാണ് എൻ്റെ ഗുരുവര്യൻ എന്ന് പറയുമ്പോഴാണ് ശങ്കരാചാര്യർ മനീഷാ പഞ്ചകം എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ എഴുതുന്നത്. ചണ്ടാളോസ്തു സദുദ്ദിജോസ്തു ഗുരുരിത്തേഷ മനീഷ മമ. ആ സത്യം എന്നെ പഠിപ്പിച്ചയാൾ, അയാൾ ചണ്ടാളനാണോ എന്നത് എനിക്ക് പ്രധാനമല്ല, അദ്ദേഹം വലിയ ബ്രാഹ്മണനാണോ എന്നതും എനിക്ക് പ്രധാനമല്ല. അദ്ദേഹം എന്നെ പഠിപ്പിച്ചതൊരു വലിയ സത്യമാണ്. ഈ ഗ്രാമപ്രദേശത്തിലെ മുഴുവൻ ജനങ്ങളോടും എനിക്ക് പറയാനുള്ളത് ആ സത്യമാണ് ലോകത്ത് വന്ന ആചാര്യന്മാർ വിളിച്ചു പറഞ്ഞത്. നമുക്കെങ്ങനെയാണ് ഭിന്നമായി മാറി നിൽക്കാൻ സാധ്യമാവുക? നമുക്കെങ്ങനെയാണ് വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ തമ്മിലടിക്കാൻ കഴിയുക? നമുക്കെങ്ങനെയാണ് ആചാരങ്ങളുടെയും ഒക്കെ പേരിലുണ്ടായിത്തീരുന്ന വൈരുദ്ധ്യങ്ങളുടെ പേരിൽ പരസ്പരം കണ്ടുകൂടാനാകാത്ത വിധം വിമുഖമായി മാറി നിൽക്കാൻ സാധ്യമാവുക? അങ്ങനൊന്ന് പറഞ്ഞു തന്നിട്ടേയില്ല ഒരു മതാചാര്യനും. അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നിട്ടേയില്ല. മറിച്ച് അവരെല്ലാം പറഞ്ഞത് ഈ മനുഷ്യൻ്റെ നന്മയും ഈ മനുഷ്യൻ്റെ ശ്രേഷ്ഠതയും കുറിച്ച് പറയുകയായിരുന്നു. മഹാനായ ഋഷിവര്യൻ്റെ മുമ്പിൽ ചെന്നു ശിഷ്യൻ ചോദിച്ചു, എന്താണ് ദൈവത്തിൻ്റെ മഹാരഹസ്യം? ഞാൻ പറയുന്നു, ഈ മസ്ജിദിന്റെ പ്രകാശത്തോളം വലിപ്പമുള്ളതാണ് ആ വർത്തമാനം. ഗൂഢം ബ്രഹ്മം യദിദം വോ ബ്രവീമി ന മാനുഷാത് ശ്രേഷ്ഠതരം ഹി കിഞ്ചിത് എന്നാണത്. ഗൂഢം ബ്രഹ്മം യദിദം വോ ബ്രവീമി. ഗൂഢമായ ബ്രഹ്മരഹസ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ. ന മാനുഷാത്, മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊന്നുമില്ല എന്ന വസ്തുതയാകുന്നു എന്നാണ് ആചാര്യന് തൻ്റെ ശിഷ്യനെ പഠിപ്പിക്കാൻ സാധ്യമാകുന്നതെങ്കിൽ. അതേ അർത്ഥതലങ്ങളിൽ വിശുദ്ധ ഖുർആൻ നിരന്തരം പറയുന്ന ഒന്നുണ്ട്, വലഖദ് കറംനാ ബനീ ആദം. മനുഷ്യപുത്രരെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ആ മനുഷ്യപുത്രന് വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും വിവേചനം കൊടുക്കാതെ എല്ലാ മനുഷ്യരും ആദമിൻ്റെയും എല്ലാ മനുഷ്യരും ഹവ്വാഇൻ്റെയും മക്കളായി മാതാവും ഒന്ന് പിതാവും ഒന്ന് എന്ന ഈ മഹാസന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. വലഖദ് കറംനാ ബനീ ആദം, എല്ലാവരെയും. അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ എന്നല്ല. വിശുദ്ധ ഖുർആൻ അത് ഉദ്ഘോഷിച്ചു പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ഏ ജനങ്ങളെ, നിങ്ങൾക്കിടയിൽ നിങ്ങളെ ഒരു മാതാവിൽ നിന്നും ഒരു പിതാവിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങൾക്കിടയിലെ ഈ വർണ്ണവർഗ വൈജാത്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ വർണ്ണത്തിൻ്റെ പേരിൽ ആർക്കെങ്കിലും ശ്രേഷ്ഠത കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തിൻ്റെ പേരിൽ ഒരു പ്രത്യേകമായ ശ്രേഷ്ഠത നൽകുന്നില്ല. മറിച്ച് എല്ലാ മനുഷ്യരും ഒന്നാണെന്നും ആ മനുഷ്യരെല്ലാം ഒരു ഉമ്മയുടെയും വാപ്പയുടെയും മക്കളാകുന്നു എന്നും പറയുക വഴി
മനുഷ്യത്വത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് പറയാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നത്. മനുഷ്യത്വത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് പറയാനാണ് മൂസാ പ്രവാചകൻ വന്നത്. മനുഷ്യത്വത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് പറയാനാണ് യേശു ഈസാ പ്രവാചകൻ വന്നത്. ലോകത്ത് വന്ന എല്ലാ മഹാരഥന്മാരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ വലിയ കാര്യം എങ്ങനെയാണ് മതങ്ങളുടെ സകലമാന വൈരുദ്ധ്യങ്ങളെയും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, മനുഷ്യത്വത്തിന്റെ കാര്യത്തിൽ, മാനവ മൈത്രിയുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു ആചാര്യൻ വിമുഖമായ മറ്റൊരു വർത്തമാനം പറഞ്ഞതായി ഞാൻ എൻ്റെ ഈ പഠനങ്ങളിൽ കണ്ടിട്ടേയില്ല. മതപരമായ വൈരുദ്ധ്യങ്ങൾ നമുക്കിടയിൽ ഉണ്ടാകും. നമ്മളൊക്കെ ഒരാളാകുന്നു എന്ന് പറയാനാവില്ല. നമ്മളൊക്കെ പലരാണ്. നമുക്കൊക്കെ അവരവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. അവനവൻ്റെ അഭിപ്രായത്തിനു തന്നെ മതം എന്ന് പറയാറുണ്ട് സംസ്കൃതത്തിൽ. എനിക്കൊരു അഭിപ്രായമുണ്ട്. അഭിവന്ദ്യനായ MLA പ്രദീപ് സാറിന് മറ്റൊരു അഭിപ്രായമുണ്ട്. അവിടെ ഇരിക്കുന്നു ബഹുമാന്യനായ ദിലീപിന് മറ്റൊരു അഭിപ്രായമുണ്ട്. അഭിവന്ദ്യനായ ഖത്തീബിന് മറ്റൊരു അഭിപ്രായമുണ്ട്. എല്ലാവർക്കും അവരവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം കൂടി ഒന്നാകണം എന്ന് പറയുന്നത് അബദ്ധമാണ്. ഞാൻ പറയുന്നതേ കേൾക്കാവൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിങ്ങളെല്ലാം ഒരേ അഭിപ്രായക്കാരായി മാറണമെന്ന് പറയുന്നതും. അത് തെറ്റാണ്. അവിടെയാണ് ഫാസിസം എന്ന് പറയുന്ന ഒന്ന് വരുന്നത്. എങ്ങനെ? എനിക്കിഷ്ടമുള്ളതേ നിങ്ങൾക്കും ഇഷ്ടപ്പെടാനാകൂ, എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതേ നിങ്ങളും ചിന്തിക്കാവൂ, ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങളും പറയാൻ പാടില്ല എന്ന് പറയുന്ന ഭീകരമായ ഫാസിസം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കടന്നു വരുന്ന വളരെ ഭീതിതമായി നിൽക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നത് പോലും അതാണ്. ഞാൻ ഇഷ്ടപ്പെടുന്നത് തിന്നാനും, ഞാൻ പറയുന്നത് കേൾക്കാനും, ഞാൻ ആചരിക്കുന്നത് മാത്രം നീ ആചരിക്കാനും തയ്യാറാകുന്നിടത്ത് മാത്രമേ നീ ദേശസ്നേഹിയാകുന്നു എന്ന് പറയുന്ന വളരെ ഭീഭത്സമായ ഒരു ഐഡിയോളജി ഇന്ത്യയെ ഇന്ന് കാർന്നു തിന്നാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവിടെയാണ് ഈ ഗ്രാമത്തെ ഞാൻ മഹാമാതൃക എന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. എല്ലാവരും അവരവരുടെ ഭിന്നമായ ആശയങ്ങളെയും ഭിന്നമായ മത ചിന്തകളെയും അതെല്ലാം അവിടെ ഇവിടെ നിർത്തിയിട്ട് തന്നെ ഒരുമിച്ചിരിക്കുന്നു. കാരണം നമുക്കങ്ങനെ ഒരുമിച്ചിരിക്കാനാകണം. വ്യത്യസ്തതകൾ ഉണ്ടാകും, പക്ഷേ ആ വ്യത്യസ്തതകൾ മറ്റെവിടെയും കാണേണ്ടതില്ല. വ്യത്യസ്തതകൾക്കപ്പുറത്തു കാണേണ്ട ഒന്നുണ്ട്. എല്ലാത്തിനും അപ്പുറം നമ്മളൊരു കുടുംബമാകുന്നു എന്ന് പറയുന്നതാണത്. നമ്മളെല്ലാം ഒരു കുടുംബമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകൻ പല പറയുന്ന ഒന്നാണ്, അഷ്ഹദു അന്നന്നാസ ഇഖ്വ, സകല മനുഷ്യരും ഒന്നാണ്. മാത്രവുമല്ല അൽ ഖൽഖു ഇയാലുല്ലാഹ്, അള്ളാഹുവിന്റെ കുടുംബമാണ് സകല സൃഷ്ടികളും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഏതെങ്കിലും ഒരാളെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് ആളുകളെ മാത്രമല്ല, മറിച്ച് എല്ലാവരും അൽ ഖൽഖു ഇയാലുല്ലാഹ്, ഈ പ്രപഞ്ചത്തിലെ സകലതും അത് ദൈവത്തിന്റെ കുടുംബമാകുന്നു എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹാവാക്യം എന്ന് പറയുന്നത് ഇതാണ്, അയം ഇദം പരോവേത്തി ഗണനാ ലഘുചേതസാം ഉദാരചിത്താനാം തു വസുദൈവ കുടുംബകം എന്നാണത്. അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഞാനും നീയും തമ്മിലുണ്ടാകുന്ന ഈ വൈരുദ്ധ്യത്തെ കൂടുതൽ കൂടുതൽ കൂട്ടിക്കൊണ്ടുപോകുന്ന വിധം ഞാനും നീയും അതും ഇത് എന്നിങ്ങനെ മാറ്റി മാറ്റി പറയുമ്പോൾ അത് കുറേ സങ്കുചിത മനസ്കരായ ആളുകളുടെ പരിപാടിയാണ്. അതേസമയം ഉദാരചിത്താനാം തു വസുധൈവ കുടുംബകം, നല്ല മനുഷ്യർ അവർ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ തന്നെ വസുധൈവ, ഈ ഭൂമി തന്നെ തറവാടാണെന്ന് പറയുന്നു. ഈ ഭൂമി തറവാടായി കാണണം. ഈ ഭൂമിയെ തറവാടെന്ന അർത്ഥത്തിൽ ഈ ഭൂമിയിലെ സകലമാന ജീവജാലങ്ങളോടും കാണിക്കുന്ന കാരുണ്യം എന്ന് പറയുന്നതിനെയാണ് മതവിശ്വാസികൾ അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധാർമ്മികതയായി കാണേണ്ടത്. അവിടെ ഒരു പൂച്ചക്കുട്ടിയോട് പോലും സ്നേഹം കാണിക്കണം, അവിടെ ഒരു നായയോട് പോലും സ്നേഹം കാണിക്കണം. അതാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ 2 ഉദാഹരണങ്ങളിലൂടെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഒരു അഭിസാരിക അവളുടെ ദോഷകരമായ പ്രവർത്തനങ്ങൾക്കു ശേഷം അവൾ വന്നു നിൽക്കുന്നത് ഒരു കിണറിന്റെ ചുറ്റുവട്ടത്താണ്. ആ കിണറിന്റെ ചുറ്റുവട്ടത്ത് ഒരു നായ ദാഹാർത്തയായി നാവു നീട്ടി അലയുന്നത് കണ്ടപ്പോ ആ നായക്ക് വെള്ളം കൊടുക്കാൻ അവളുടെ വസ്ത്രാഞ്ചലത്തിൽ നിന്നൊന്നു കീറിയെടുത്ത് അവൾ ഷൂസിൽ കെട്ടിയതിനു ശേഷം അങ്ങനെ കൊണ്ടുപോയി അത് കിണറ്റിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ആ നായയുടെ നാവിൽ വെച്ചു കൊടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ആ പെൺകുട്ടി സ്വർഗസ്ഥയാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മൾ പഠിക്കണം,
ആരാധനാ നിമഗ്നയായി ഭക്തി നിർഭരമായ രാത്രികളുടെ ജീവിതം നയിച്ച, അങ്ങനെ ആ അർത്ഥത്തിൽ മാത്രം ജീവിച്ച ഒരു പെണ്ണിനെ കുറിച്ചല്ല. വേശ്യാലയം തൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി കണ്ടെത്തിയിരുന്ന ഒരു അഭിസാരിക എന്നാണ് പ്രവാചകൻ പറയുന്നത്. ആ അഭിസാരികയായ സ്ത്രീ, പക്ഷേ ആ അഭിസാരികയായ സ്ത്രീക്ക് തൻ്റെ ഈ ജോലി കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ അവളുടെ മുമ്പിൽ കാണുന്നത് നായ ദാഹാർത്തയായി നാവു നീട്ടി അലയുന്നതാണ്. അപ്പോൾ ആ നായ അതിനാവശ്യമാകുന്ന വെള്ളത്തിനു വേണ്ടി ഇങ്ങനെ ശ്രമിക്കുന്നത് കാണുമ്പോൾ ആ സ്ത്രീ അവരുടെ വസ്ത്രം കീറിയതിനു ശേഷം ഒരു ഷൂ, അവളുടെ തന്നെ ഷൂ അതിൽ കെട്ടിയിട്ടതിനു ശേഷം അവൾ ആ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ പ്രവാചകൻ പറയുന്നു, ആ ദാഹാർത്തയായ നായക്ക് വെള്ളം കൊടുത്തവളുടെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടിരിക്കുന്നു, അവൾ സ്വർഗസ്ഥയാണ്. അതേ തിരിച്ചു തന്നെ മറ്റൊന്ന് പറഞ്ഞു പ്രവാചകൻ, ഭക്തയായ ഒരു സ്ത്രീ, പക്ഷേ അവൾ ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതെയും അതിന് സ്വതന്ത്രമായി വിഹരിക്കാൻ ആവശ്യമാകുന്ന സ്വാതന്ത്ര്യം നൽകാതെയും അതിനെ കെട്ടിയിട്ടു. പ്രവാചകൻ പറഞ്ഞു, അവൾ നരകവാസിയാണ്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായൊരു കാര്യം ബോധ്യായി. മതമെന്നതിനെ നമ്മൾ കാണേണ്ടത് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു ബന്ധനങ്ങളിൽ മാത്രമല്ല, മറിച്ച് മാനവികമായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും വലിപ്പമറിയാതിരിക്കുന്നിടത്തോളം കാലം മതവിശ്വാസം എന്ന് പറയുന്നത് അർത്ഥമില്ലാത്ത വർത്തമാനമാകുന്നു എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ശരിയാണ്. പക്ഷേ ആ നോമ്പ് നോക്കുന്നു, നമസ്കരിക്കുന്നു എന്നതിനേക്കാളും അപ്പുറത്തു നിൽക്കുന്ന ഒന്നാണ് ഈ മാനവികത, കാരുണ്യം. കരുണ ചെയ്യുമ്പോഴാണ് മതവിശ്വാസം ഉണ്ടാകുന്നത്. അതല്ലേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് മതമെന്ന് ചോദിക്കപ്പെടുമ്പോൾ, മദ്ദീനു യാ റസൂലല്ലാ, എന്താ നബിയെ മതം, വാട്ട് ഈസ് റിലീജിയൻ? വലിയൊരു ചോദ്യമാണ് ആ ചോദ്യം. സ്വാഭാവികമായും ആ ചോദ്യത്തിന് നൽകാവുന്ന ഒരുപാട് മറുപടികളുണ്ട്. മഹാനായ പ്രവാചകനിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് അള്ളാഹു ഏകനാകുന്നു എന്ന് പറയാം, അള്ളാഹുവിൽ വിശ്വസിക്കലാകുന്നു എന്ന് പറയാം, മലക്കുകളിൽ വിശ്വസിക്കലാകുന്നു എന്ന് പറയാം, നീ അള്ളാഹു ഏകനാകുന്നു എന്ന വിശ്വാസ ആദർശത്തെ മുറുകെ പിടിക്കലാണെന്ന് പറയാം. ഇതൊന്നും നബി പറയുന്നില്ല. നബി തിരുമേനി ആ അനുയായിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, മതമെന്നാൽ ഞാൻ പറയാം അത് ഏറ്റവും നല്ല സ്വഭാവമാകുന്നു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, നല്ല മതം അത് നല്ല സ്വഭാവമാകുന്നു എന്ന് പ്രവാചകൻ. ആ അനുയായിക്ക് സംശയം തീർന്നില്ല. അദ്ദേഹം പ്രവാചകന്റെ ചുറ്റുവട്ടത്തിങ്ങനെ മാറി മാറി നിന്ന് പ്രവാചകനോട് തിരിച്ചു തിരിച്ചു ചോദിച്ചുകൊണ്ടേയിരുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ എന്താ മതം? അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുൽഖ്, മതമെന്നാൽ അത് ഉത്കൃഷ്ടമായ സ്വഭാവമാണ്. പക്ഷേ പ്രവാചകന്റെ അടുക്കൽ നിന്ന് പോകാതെ സംശയം തീരാത്ത പോലെ നിന്ന ഈ അനുയായിയുടെ മുമ്പിൽ പ്രവാചകൻ മറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, അമാ തഫ്ഖഹു, നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറയാം, അദ്ദീനു അല്ലാ തഗ്ലബ, നിനക്ക് ദേഷ്യം വരാതിരിക്കുന്നോടത്താണ് മതം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം എന്താ? ഭീകരത എന്ന് പറയുന്ന ഹൊറർ, ഭീകരത എന്ന് പറയുന്നത് തന്നെ ദേഷ്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മനുഷ്യനെ നിർഭയമാക്കാൻ ആഗ്രഹിക്കുന്നിടത്താണ് മതം. അതുകൊണ്ടല്ലേ ഇസ്ലാമിൻ്റെ 3 അടിസ്ഥാന പ്രമാണങ്ങൾക്ക് കൊടുക്കപ്പെട്ടിട്ടുള്ള അതിൻ്റെ സംജ്ഞ പോലും ആ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. ഒന്ന് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുമ്പോൾ സിൽമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സമാധാനം. അങ്ങനെ വരുമ്പോൾ സമാധാന സ്ഥാപനമാണ് ഇസ്ലാം, സമാധാന സ്ഥാപനമാണ്. ഈമാൻ, അംന്, നിർഭയത്വത്തിനാണ് അംന് എന്ന് പറയുക. അപ്പോൾ നിർഭയത്വം ഉണ്ടാക്കലാകുന്നു ഈമാൻ. ഇഹ്സാൻ, നന്മ ചെയ്യലാണ്. ആ ഇഹ്സാൻ ചെയ്യലാണ്, ആ നന്മയുണ്ടാക്കലാണ് ഇഹ്സാൻ. ഈ 3ഉം കൂടുമ്പോഴാണ് നല്ല മതവിശ്വാസം. നല്ല മതവിശ്വാസി അവിടെയാണ്. അപ്പോൾ ഒരാൾ നിർഭയത്വത്തെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു സാമൂഹിക ജീവിതത്തെ അവനാൽ തന്നെ അതിനെ സഹായിക്കാൻ കഴിയുന്ന ഒരാളാകുമ്പോഴേ അയാൾ മുഅ്മിനാകുന്നുള്ളൂ. അയാൾ സമാധാനം സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴേ അയാൾ മുസ്ലിമാകുന്നുള്ളൂ. അയാൾ നല്ല ഗുണങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യാൻ സാധ്യമാകുന്ന വിധമുള്ള നന്മ പ്രസരിപ്പിക്കുമ്പോഴേ അയാൾ മുഹ്സിൻ എന്ന അർത്ഥത്തിലേക്കും എത്തുന്നുള്ളൂ. ഈ 3ഉം കൂടുമ്പോഴേ ഒരാൾ നല്ല മുസ്ലിമാകുന്നുള്ളൂ. ഇത് 3ഉം കൂടുമ്പോഴാണ് ഒരാൾ നല്ല മുസ്ലിമാകുന്നത്. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്, നിനക്ക് മതത്തെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറയാം, നിനക്ക് ദേഷ്യം വരാതിരിക്കുന്നോടത്താണ് മതം എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, എല്ലാ ഉപനിഷത്തുകളും തുടങ്ങുന്നത് ശാന്തിപാഠത്തിൽ നിന്നാണ്. എന്താ ശാന്തിപാഠത്തിൻ്റെ തുടക്കം?
ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്ദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എന്തു മനോഹരാണത്, എന്തൊരു മനോഹരമാണത്. ഓം സഹനാവവതു. ദൈവമേ, ഞങ്ങളെ രണ്ടുപേരെയും നീ ഒരുമിച്ച് സംരക്ഷിക്കണമേ. സഹനോ ഭുനക്തു. ഞങ്ങൾക്കൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടാകണമേ. സഹവീര്യം കരവാവഹൈ. ഞങ്ങൾ കർമ്മം ചെയ്യാൻ, വീര്യമുള്ള കർമ്മം ചെയ്യാൻ സാധ്യമാകണമേ. തേജസ്വിനാവധീതമസ്തു. ഞങ്ങൾ പഠിച്ചതിനെ, ഞങ്ങളുടെ ഈ അധ്യാപനങ്ങൾ മുഴുവനും, ഈ അധീതമായ വിദ്യാഭ്യാസം അത് പ്രകാശവത്താക്കി തീർക്കണമേ. ഓം മാ വിദ്ദുഷാവഹൈ, മാ വിദ്ദുഷാവഹൈ. ഞങ്ങൾക്കിടയിൽ വിദ്വേഷമില്ലാതെ പോകണമേ. വിദ്വേഷമാണല്ലോ ഇന്നത്തെ പ്രശ്നം. സ്പർദ്ധയില്ലാതെയും വിദ്വേഷമില്ലാതെയും പരസ്പരം ഒരുമിച്ച് കൂടാൻ സാധ്യമാകണമേ. ഇത് പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയാണ് എല്ലാ ഉപനിഷത്തുകളും നടത്തുന്ന പ്രാർത്ഥന. ഞങ്ങളുടെ കർണപുടങ്ങളിൽ കേൾക്കുന്നത് പോലും സമാധാനമാകണമേ എന്ന പ്രാർത്ഥന. ഓം ഭദ്രം കർണേഭി ശൃണുയാമ ദേവ. ദേവന്മാരെ, ഞങ്ങളുടെ കർണങ്ങളിൽ കേൾപ്പിക്കേണ്ടത് സമാധാനമായിരിക്കണമേ എന്ന പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, എവിടെയാണ് മനുഷ്യ സമാധാനത്തിന് വിരുദ്ധമായിട്ടുള്ള അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ ഏതു ഗ്രന്ഥത്തിൽ നിന്നാണ് നമുക്ക് എടുക്കാൻ സാധ്യമാവുക? പിന്നെ വേണമെങ്കിൽ പറയാം, എല്ലാ മഹാഗ്രന്ഥങ്ങളിലും അവസരത്തിൽ നിന്ന് അടർത്തിയെടുത്താലുണ്ടാകുന്ന ചിലത് ഭീകരമാകുന്നു എന്ന് പറയാൻ കഴിയുന്ന പലതും കാണാം. ചിലപ്പോ പരിശുദ്ധ ഖുർആനിൽ നിന്ന് അടർത്തിയെടുക്കുന്ന ചിലതുണ്ട്. എന്നിട്ട് പറയാം ഈ ഗ്രന്ഥം തന്നെ ഭീകരാണ്. എന്താ കാര്യം? പരിശുദ്ധ ഖുർആൻ ചില സന്ദർഭങ്ങൾക്കനുസൃതമായി പറഞ്ഞ ചില സാഹചര്യങ്ങളുടെ കാര്യമായി പറയുന്ന ചില ആഹ്വാനങ്ങളുണ്ട്. ആഹ്വാനങ്ങൾക്ക് ആഹ്വാനത്തിന്റെ അർത്ഥം കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ട്. പക്ഷേ ആ യുദ്ധം ചെയ്യേണ്ടത് എവിടെയാണ്? യുദ്ധം എല്ലാവരോടും ചെയ്യാനല്ല. യുദ്ധം ചെയ്യേണ്ട പോലെ അതിൻ്റെ ഏറ്റവും നല്ല നീതിമത്തായ അവസ്ഥയിൽ ധർമ്മസ്ഥാപനത്തിന് വേണ്ടി നടക്കേണ്ടതാണ് യുദ്ധം എന്ന് സ്ഥാപിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്തത്. അവിടെ ഖുർആൻ ചിലത് പറയുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ കാണേണ്ടത് ആ യുദ്ധത്തിന് പോലും വിശുദ്ധ ഖുർആൻ നൽകുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ധർമ്മം സ്ഥാപിതമായിട്ടില്ലെങ്കിൽ തകർക്കപ്പെടുന്നത് ഒരു നാടിൻ്റെ സമാധാനമാകുന്നു എന്ന് പറയുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു തന്നെ പറയുന്നു, വലൗലാ ദഫ്ഉല്ലാഹിന്നാസ ബഅലഹും ബിബഅദ്. ഒരു ജനതയുടെ അതിക്രമത്തിനു നേരെ മറ്റൊരു ജനത പ്രതിരോധം തീർക്കാൻ തയ്യാറല്ലെന്ന് വന്നാൽ ലഹുദ്ദിമത് സവാമിഉ വബിയഉൻ വസലവാതുൻ വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ. അവിടെ തകർക്കപ്പെടുന്നത്, ഖുർആൻ പറയുന്നു, അവിടെ തകർക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളാണ്, സിനഗോഗുകളാണ്, ചർച്ചുകളാണ്, മസ്ജിദുകളാണ്. ഞാൻ ആ സൂക്തം വല്ലാതെ അത്ഭുതത്തോടെ ആലോചിച്ചിട്ടുണ്ട്. കാരണം യുദ്ധം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോഴും ഖുർആന്റെ ഒരു ഭാഷ, നിങ്ങൾ അങ്ങനെ ഒരു സമാധാന സ്ഥാപനം നടക്കുന്നില്ലെങ്കിൽ അവിടെ തകർക്കപ്പെടുന്നത് ക്ഷേത്രങ്ങളും സിനഗോഗുകളും അതുപോലെ തന്നെ ക്രൈസ്തവ ചർച്ചുകളുമാകുന്നു എന്ന് പറഞ്ഞതിനു ശേഷമാണ് മസ്ജിദുകളും എന്ന് ഖുർആൻ കൂട്ടിച്ചേർക്കുന്നത്. അപ്പൊ ക്ഷേത്രം തകർക്കപ്പെടാൻ പാടില്ല, സിനഗോഗുകൾ അതായത് ജൂത ദേവാലയങ്ങൾ തകർക്കപ്പെടാൻ പാടില്ല, ചർച്ചുകൾ തകർക്കപ്പെടാൻ പാടില്ല എന്നതിനു ശേഷം മാത്രമാണ് വിശുദ്ധ ഖുർആൻ മസ്ജിദുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സകല മനുഷ്യരുടെയും മതവ്യത്യസ്തതകളെ, അവരുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ, വ്യത്യസ്തമായ ആചാരങ്ങളെ ഈ ഒരു പൂങ്കാവനം പോലെ നിലനിൽക്കുന്ന വിധം നിലനിൽക്കേണ്ടതുണ്ട് എന്നിടത്താണ് ഖുർആനുള്ളത്. അല്ലാതെ എല്ലാവരെയും മുസ്ലിങ്ങളാക്കും, എല്ലാവരെയും ഇസ്ലാമികവൽക്കരിക്കും എന്ന് പറയാൻ പരിശുദ്ധ ഖുർആൻ തയ്യാറല്ല. എല്ലാവരെയും മുസ്ലിങ്ങളാകണം എന്നാഗ്രഹിച്ച പ്രവാചകനോട് തന്നെ ഖുർആൻ പറയുന്നു, നബിയെ അങ്ങനെ ചിന്തിക്കരുത്, ഇവിടെ എല്ലാവരുമുണ്ട്, എല്ലാവരും ഉണ്ടാകണം. വലൗ ശാഅ റബ്ബുക്, അള്ളാഹു തന്നെ പറയുന്നു, അങ്ങയുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരെയും ഒരൊറ്റ സമൂഹമാക്കുമായിരുന്നു. നമ്മൾ അങ്ങനെ ആക്കാത്തതിൻ്റെ കാരണം ഇവിടെ ഈ വ്യത്യസ്തതകളെന്ന് പറയുന്നതിൻ്റെ സൗന്ദര്യം നിലനിൽക്കണം. ആ സൗന്ദര്യം ഏറ്റവും മനോഹരമായി നിലനിൽക്കുന്ന നാടാണ് ഇന്ത്യ.
ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ ഈ വൈവിധ്യങ്ങളെ എന്നും നിലനിർത്തി എന്നതാണ്. നമ്മുടെ നാട്ടിലെ ഇന്നത്തെ ചില സഹോദരന്മാർ അല്ലെങ്കിൽ ചില ആശയക്കാർ, ഞാനതിനെ പ്രത്യേകം പേര് പറഞ്ഞ് പരാമർശിക്കാത്തത് അതിനൊക്കെ അതിൻ്റെതായ ചില വിഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഭയന്നതുകൊണ്ടാണ്. പക്ഷെ ഒന്നുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവർ സ്വയം മനസ്സിൽ ഒരു കാര്യം ആലോചിക്കണം. നമ്മളെല്ലാം വ്യത്യസ്തമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസക്രമങ്ങളുടെയും ഭാഗമായി എത്രയോ സഹസ്രാബ്ദങ്ങളിലൂടെ കടന്നു വന്നതാണ് ഇന്ത്യ മഹാരാജ്യത്ത്. ഇന്ന ഭക്ഷണം കഴിക്കാവൂ എന്ന് പറയുന്നതൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നിട്ടേ ഇല്ല. എല്ലാ ഭക്ഷണവും കഴിക്കാമായിരുന്നു, എല്ലാ മാംസവും തിന്നാമായിരുന്നു. ഇന്ത്യ അതിൻ്റെ ദാർശനികമായ വൈപുല്യത്തെ അമേരിക്കയിലെ ചിക്കാഗോ മഹാസമ്മേളനത്തിൽ പോയി പറയാൻ മാത്രം ജ്ഞാനവൈപുല്യവും അതോടൊപ്പം തന്നെ പ്രഭാഷണ കൗതുകവും ഉണ്ടായിരുന്ന മഹാനായ സ്വാമി വിവേകാനന്ദൻ, സ്വാമിജി പറയുന്നത് കാണാം. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, പക്ഷെ ഒന്നുണ്ട്, ഇന്ത്യയുടെ പൗരാണികമായ സംഹിതകൾ പ്രകാരം പഴയ കാലത്ത് യാഗങ്ങളിൽ അർപ്പിക്കപ്പെട്ടിരുന്ന പശുമാംസം തിന്നാത്തയാൾ ഒരു നല്ല ഹിന്ദു അല്ലെന്ന് ഞാൻ ഉറക്കെ പറയുന്നു എന്നായിരുന്നു അന്ന് സ്വാമിജി പറഞ്ഞത്. You will be astonished if I tell you that according to the old ceremonials he is not a good Hindu who does not eat beef എന്ന് പറയുന്നത് കാണാം. ഞാൻ പറയുന്നത് അങ്ങനെ ഇന്ന മാംസം തിന്നണമെന്ന് ആർക്കും നിർബന്ധമില്ല. അങ്ങനെ നിർബന്ധിക്കുകയോ നിർബന്ധം കാണിക്കുകയോ ചെയ്യേണ്ട ഒരു മതാചാരവും ഒരു മതത്തിൻ്റെയും ഭാഗമായി നിലനിൽക്കുന്നു പോലുമില്ല. ഇന്ന മൃഗത്തെ അറുത്തുകൊള്ളണമെന്ന് പറയുന്ന ഒന്നും ഇസ്ലാമിക മതവിശ്വാസത്തിൽ ഇല്ലെന്നുകൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉണർത്തുകയാണ്. നിങ്ങൾക്ക് ഇതിനെ തന്നെ അറുത്താലേ തിന്നാവൂ എന്നൊന്നുമില്ല. അങ്ങനെ അറുത്തിട്ടില്ലെങ്കിലും അങ്ങനെ അറുത്തു തിന്നില്ലെങ്കിലും മതവിശ്വാസവുമായി ബന്ധപ്പെട്ട ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു മാംസം സൂക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്ന ഭീകരതയെ നമ്മൾ എങ്ങനെ കാണണം? അത് മഹാഭീകരതയാണ്. അവിടെ ഏതു മാംസം തിന്നുന്നു എന്നതിനേക്കാളും അപ്പുറം ഒരു മനുഷ്യൻ ജീവിക്കണമെന്ന ബോധ്യം ഇന്ത്യയുടെ സാംസ്കാരിക മഹത്വമാണെന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തണമായിരുന്നു. ഇന്ത്യയുടെ സാംസ്കാരിക മഹത്വം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഗൂഢം ബ്രഹ്മം യദിദം വോ ബ്രവീമി ന മാനുഷാത് ശ്രേഷ്ഠതരം ഹി കിഞ്ചിത്. മനുഷ്യനേക്കാൾ വലുതല്ല ഒന്നും എന്ന് പഠിപ്പിച്ചതാണ് ഇന്ത്യ. മനുഷ്യനേക്കാൾ വലുതല്ല ഒന്നും. ആ മനുഷ്യൻ അവൻ മാംസത്തിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ, അത്താഴത്തിന് അന്നമില്ലാത്തതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുവളപ്പിൻ്റെ തൊട്ടുമുമ്പിൽ കിടന്നിരുന്ന ചത്തുപോയ ഒരു പശുവിൻ്റെ തൊലിയുരിഞ്ഞ് തൻ്റെ ജീവിതത്തിനും തൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ ജീവിതത്തിനും അന്നം തേടാൻ അത് വിറ്റുപോകാൻ വേണ്ടി ആഗ്രഹിച്ച പാവപ്പെട്ട ദളിതനെ പിറ്റേ ദിവസം നമ്മൾ കണ്ടത് മരക്കൊമ്പിൽ തൂങ്ങിയാടുന്നതാണ് ഗുജറാത്തിൽ. ഏത് ഗുജറാത്തിലാണെന്ന് ആലോചിക്കണം. ഇന്ത്യയുടെ ഈ മാനവികമായ മുഖം ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൻ്റെ തേജോമയമായ ഓർമ്മകൾക്ക് മുമ്പിൽ നാം ബാപ്പുജി എന്ന് പേര് വിളിക്കും, നാം മഹാത്മജി എന്ന് പറയും. ആ മഹാത്മജിയുടെ നാട്, മഹാത്മജി എന്ന മഹാമനുഷ്യന് ജന്മം നൽകാൻ കഴിഞ്ഞ ഗുജറാത്ത്. ആ ഗുജറാത്തിലാണ് രണ്ടു ദളിത് സഹോദരന്മാർ മരക്കൊമ്പിൽ തൂങ്ങിയാടുമ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ആർഷ സംസ്കൃതി എന്ന് ചിലർ പറയുമ്പോൾ ഞാൻ നെഞ്ചു പൊട്ടി പറയുന്നു, ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകങ്ങൾക്കു നേരെയാണ് നിങ്ങൾ ഈ പല്ലിളിച്ചു കാണിക്കുന്നത് എന്ന് തന്നെയാണ്. ഈ രാജ്യത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകം എന്ന് പറയുന്നത് മാനവികതയും സ്നേഹവുമാണ്. സ്നേഹത്തിൽ നിന്നാണ് ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും മനോഹരമായ ഇതിഹാസമായി നിൽക്കുന്ന രാമായണം പിറവി കൊണ്ടത്. ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൻ്റെ മുമ്പിൽ ശോകച്ചവിയോടുകൂടെയാണ് ശ്ലോകമെന്ന പോലെ മഹാകവിയായ ആ ആദ്യ കവി പിന്നെ വാത്മീകി മഹാകവി പാടിത്തുടങ്ങുന്നത്. മാനുഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിതുനാദ് ഏകം അവതീഹി കാമമോഹിതം. ഏ കാട്ടാള, നീ ഇനി ജീവിതത്തിൽ ഒരിക്കലും സ്വാസ്ഥ്യമില്ലാതെ പോകട്ടെ. കാരണം ഒറ്റ കാരണത്താൽ, ക്രൗഞ്ചമിതുനാദ് ഏകം, രണ്ടു ക്രൗഞ്ചങ്ങൾ, രണ്ട് ക്രൗഞ്ച പക്ഷികൾ, ഇണക്കുരുവികൾ പരസ്പരം ചുണ്ടുരുമ്മി പ്രേമബദ്ധരായി പരസ്പരം ചുണ്ടുരുമ്മി നിൽക്കുന്ന സമയത്ത് അതിൽ നിന്ന് ആൺകിളിയെ നീ കൊല്ലുമ്പോൾ വൈദവ്യത്തിൻ്റെ തീരാവേദനയുമായി ചിലമ്പുന്ന ഈ പെൺകിളിയുടെ കരച്ചിലിൻ്റെ മുമ്പിൽ ഞാൻ നിന്നെ ശപിക്കുകയാണ്, നിനക്ക് സ്വാസ്ഥ്യം നഷ്ടപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ടാണ്
വാത്മീകി എന്ന മഹാകവി രാമനെന്ന ഉദാത്തനായ സ്നേഹനിർഭരനായ ഒരു ഭർത്താവിനെയും ഒരു രാജാവിനെയും ഒരു ജനസേവകനെയും ഇന്ത്യക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ആ രാമായണം അത് രാമന്റെ മാർഗം എന്ന അർത്ഥത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മനോഹരമായ ഒരു കൃതിയാണ്. ആ രാമനെ നെഞ്ചു ചേർത്ത് പിടിച്ചിട്ടാണ് മഹാത്മജി അതിൻ്റെ ആ മഹാനുഭാവന്റെ അവസാനത്തെ ശ്വാസവും ഈ ലോകത്തോട് വിട പറയുന്ന സമയത്തും രാമൻ രാമ 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 എന്ന് ജപിച്ചിട്ടാണ്. പക്ഷേ ഞാനൊന്ന് കാണുന്നുണ്ട്, ഒരു ഭാഗത്ത് തൻ്റെ നെഞ്ചിലേക്ക് ഒഴിക്കപ്പെട്ട നിറ ആ വെടിയുണ്ടകൾ തൻ്റെ ശരീരത്തെ മുഴുവനും പിടിച്ചുകുലുക്കി തൻ്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സമയത്തും രാമ 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 എന്ന് ജപിച്ചുകൊണ്ടിരുന്ന മഹാത്മജി രാമനെ അർത്ഥത്തിൽ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ മറുഭാഗത്ത് ആ ശരീരത്തിലേക്ക്, ആ കൃശഗാത്രത്തിലേക്ക്, ആ ക്ഷീണിച്ച് ശുഷ്കിച്ച ശരീരത്തിൻ്റെ നെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ വേണ്ടി ആഗ്രഹിച്ചവരും വിളിച്ചു പറഞ്ഞത് രാമന്റെ പേരായിരുന്നു എന്നതാണ് നാം മതങ്ങളുടെയും സംസ്കൃതിയുടെയും വൈരുദ്ധ്യമായി പഠിക്കേണ്ടത്. അതുതന്നെയാണ് നമ്മളെ പേടിപ്പിക്കേണ്ടത്. രണ്ടു ഭാഗത്തു നിൽക്കുന്നത് മതവിശ്വാസിയാണ്. അതായത് ഒരു ഭാഗത്തു നിന്ന് സ്നേഹനിർഭരമായ ഈ ധർമ്മസംഹിതകളുടെ വലിപ്പം പറയുന്ന മഹാത്മജിക്കൊരു മതമുണ്ട്, സത്യത്തിന്റെ മതം. മഹാത്മജി തന്നെ പറഞ്ഞു, എൻ്റെ മതം സത്യമാണ്, എൻ്റെ മതം സത്യമാണ്. മൈ ഡിവോഷൻ ടു ട്രൂത്ത് ഹാസ് ഡ്രോൺ മീ ടു ദ ഫീൽഡ് ഓഫ് പൊളിറ്റിക്സ്. എന്നെ രാഷ്ട്രീയത്തിലേക്ക് പോലും കൊണ്ടുവരുന്നത് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ള ദൈവത്തെ, ആ സത്യത്തെ ഞാൻ ആരാധിച്ചത് കൊണ്ടാകുന്നു എന്ന് പറയുന്ന മഹാത്മാഗാന്ധി. പക്ഷെ മഹാത്മാഗാന്ധിക്ക് മുമ്പിൽ ഒരു രാമനുണ്ട്, മഹാത്മാഗാന്ധിക്ക് മുമ്പിൽ ഒരു ഭഗവത്ഗീതയുണ്ട്. അതേ ഭഗവത്ഗീതയും അതേ രാമനെയും മറ്റു ചിലർ ഉപയോഗിക്കുന്നു എന്ന് കൂടി അറിയുമ്പോഴാണ് രണ്ടു രീതിയിൽ മതത്തെ വേണമെങ്കിൽ അതിൻ്റെ അവസരത്തിൽ നടത്തിയെടുത്താൽ ഭീകരമാക്കി മാറ്റാനും, എന്നാൽ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശാന്തവും സ്വച്ഛവുമായ സ്നേഹത്തിൻ്റെ ഗീതമാക്കി മതവിശ്വാസങ്ങളെ മാറ്റാനും സാധ്യമാകും എന്ന് നാം പഠിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ ഐസ് തീവ്രവാദിയുടെ മുമ്പിലൂടെ കടന്നു പോവുകയാണ് ജോർജ് എന്ന് പറയുന്ന സഹോദരൻ. ഐസ് തീവ്രവാദികൾ നിങ്ങളറിയണം, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണല്ലോ പറയാ. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ ആൻഡ് ഇറാഖ്, അതിനാണ് ഐസിസ് എന്ന് പറയുന്നത്. ആ ഐസ് അത്ര ഭീകരമായ സംഘടനയാണ്. ആ ഭീകര സംഘടനയുടെ വലിയ കേന്ദ്രത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ദമ്പതികൾ. അതിൽ ജോർജ് എന്ന് പറയുന്ന ഭർത്താവിൻ്റെ നേരെ തോക്കു ചൂണ്ടിയിട്ട് ഐസ് ഭീകരവാദി ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. പേര് മുഹമ്മദ് എന്ന് പറയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥം ഏതെന്ന് ചോദിക്കപ്പെടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്ന ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. എങ്കിൽ ആ ഗ്രന്ഥത്തിൽ നിന്ന് അല്പം പാരായണം ചെയ്യണമെന്നാവശ്യപ്പെട്ടു ഈ ഭീകരവാദി. അപ്പോൾ അദ്ദേഹം ധൈര്യസമേതം ഈ ഗ്രന്ഥത്തിൽ നിന്ന് പാരായണം ചെയ്തു. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് മനസ്സിലായി കഴിഞ്ഞു എന്നത്രേ. ഞാൻ പറയുന്നു, ആ കഥ തന്നെ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഐസ് ഭീകരവാദി ഏറ്റവും കൂടുതൽ കൊന്നതും മുസ്ലിങ്ങളെയാണ്. ഇസ്രയേലിൻ്റെ നേരെ ഒരു കൊച്ചു പിച്ചാത്തി പോലും എറിയാൻ തയ്യാറില്ലാത്ത ഭീകരമായ ഒരു സംഘടനയായി ഐസ് നിൽക്കുമ്പോൾ ആ സംഭവം തന്നെ ശരിയാണോന്നറിയില്ല. പക്ഷെ ഞാനതിൻ്റെ ഒരു ഉള്ളടക്കം പറയാം. അവിടെ ജോർജ് ആ സ്ഥലം വിട്ടുകടന്നതിനു ശേഷം ഭാര്യ ചോദിച്ചൊരു ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് വിഡ്ഢിത്തമാണ് ചെയ്തത്? കാരണം നിങ്ങൾ ജോർജാണെന്നും നിങ്ങളുടെ കയ്യിലിരുന്നത് ബൈബിളാണെന്നും അവർക്ക് തിരിയുമായിരുന്നുവെങ്കിൽ, അവർക്കതെങ്ങാനും മനസ്സിലായി പോകുമായിരുന്നുവെങ്കിൽ നിങ്ങളെ അവർ ചുട്ടുകൊല്ലുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജോർജ് പറയുന്ന മറുപടിയുണ്ട്, ഈ ഗ്രന്ഥം ബൈബിളാണെന്നും എൻ്റെ പേര് ജോർജ് എന്നാണെന്നും തിരിയാൻ സാധ്യമാകുന്ന, മനസ്സിലാക്കാൻ കഴിയുന്ന മതവിശ്വാസ സംബന്ധിയായോ യാതൊരു വിവരവും അവർക്കില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ പാരായണം ചെയ്തു കൊടുത്ത ഗ്രന്ഥം ബൈബിളല്ലെന്ന് ധൈര്യമായി പറയാൻ കഴിയുകയും ഖുർആനല്ലെന്ന് പറയാൻ സാധ്യമാവുകയും ചെയ്യുന്ന ഒരു ബോധവും അവർക്കില്ലാത്തത് കൊണ്ടാണ്, ഖുർആന്റെ ഒരു സൂക്തവും നേരാവണ്ണം പഠിക്കാത്തത് കൊണ്ടാണ് അവർ ഭീകരവാദികളായി എന്നെനിക്ക് ധൈര്യസമേതം പറയാനാകും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പ്രിയേ എന്ന് ജോർജ് പറയുന്നു എന്ന് നാം കേൾക്കുമ്പോൾ ഞാൻ പറയുന്ന ഒന്ന്, മതത്തെ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ വായിക്കാൻ സാധിക്കാതെ പോയാലുണ്ടാകുന്ന ഭീകരത ചെറുതല്ല. അതുകൊണ്ടല്ലേ കേരളത്തിൽ കഴിഞ്ഞ 3-4 മാസങ്ങൾക്കിടയിൽ കുറേ ചെറുപ്പക്കാർ നാടുവിട്ടപ്പോൾ നാടാകെ അത് പരതി നടന്നു. നമ്മുടെ നാട്ടിലത് വലിയ ചർച്ചയായി. കാസർഗോഡ് ഭാഗത്തു നിന്നും അതുപോലെ തന്നെ പാലക്കാട് ഭാഗത്തു നിന്നുമാണ് ഈ കുട്ടികൾ നാടുവിട്ടത്. അവരോട് പിന്നീട് അവർ തന്നെ നൽകിയ മെസ്സേജുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്,
ഇന്ത്യ പോലെ ഉള്ള ഒരു നാട്ടിൽ ജീവിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ അതിശയത്തോടെ ഓർത്തു പോവുകയാണ്. ഇന്ത്യയിൽ ജീവിച്ചവരല്ലേ ഈ നാട്ടിലൂടെ കടന്നുപോയ മഹാരഥന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും അള്ളാഹുവിൻ്റെ പരിശുദ്ധദാസന്മാർ. ആ പരിശുദ്ധദാസന്മാർ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചവരല്ലേ? നോക്കൂ നിങ്ങൾ, മഹാനായ ഖാജ മുഈനുദ്ദീനുൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനായ ഖാജയുടെ മുമ്പിലേക്ക് ആരാ ചെല്ലുന്നത്? ഇപ്പോഴും അദ്ദേഹത്തിന്റെ മഖ്ബറയിൽ ചെല്ലുന്നതിൽ ഒരു 50% വരുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഹൈന്ദവ സഹോദരന്മാരാണ്. ഈ രാജ്യത്തെ ബഹുസ്വരതയുടെ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി ഒരുമിച്ചു ജീവിക്കാൻ അവർക്ക് സാധിച്ചിരുന്നല്ലോ. ഒരു കറാഹത്ത് പോലും, അതായത് ഇസ്ലാമിക വിശ്വാസപ്രകാരം ചെയ്താൽ അതിൻ്റെ പേരിൽ ശിക്ഷയില്ലെങ്കിലും ചെയ്യാതിരിക്കൽ വളരെ നല്ലതായിരിക്കുകയും ചെയ്യുന്നതിനെയാണ് കറാഹത്ത് എന്ന് പറയുക. അങ്ങനെ ഒന്നുപോലും ജീവിതത്തിൽ ചെയ്യാതെ ജീവിക്കുന്ന സൂക്ഷ്മധന്യമായ ജീവിതമുണ്ടായിരുന്നല്ലോ നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർക്ക്. മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, കണ്ണിയത്തിനെ പോലെ സൂക്ഷ്മജ്ഞാനിയായി സൂക്ഷ്മധന്യമായ ജീവിതം നയിച്ച ഒരാളെ നമുക്ക് എങ്ങനെയാണ് കാണാനാവുക? പക്ഷെ കണ്ണിയത്ത് ഉസ്താദിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ഭാഗത്ത് വളരെ കുറഞ്ഞ വീതി ഉണ്ടായിരുന്ന റോഡുണ്ടായിരുന്നത് ഒരു ക്ഷേത്രമുറ്റത്തുകൂടെ കടന്നു പോകുന്നു എന്ന് വരുമ്പോൾ ആ ക്ഷേത്ര ഭാരവാഹികൾ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അദ്ദേഹത്തെ കാണാൻ ലോകത്തിൻ്റെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാളുകൾ വരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കാറ് കടന്നു പോകാൻ സാധ്യമാകുന്ന വിധം നാം ഈ പാതയോരം വീതി കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ക്ഷേത്ര കമ്മിറ്റിക്ക് തീരുമാനമെടുക്കാൻ സാധിക്കണം. നാം ഈ മതിലൊന്ന് പൊളിച്ചു മാറ്റി മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലേക്കുള്ള വഴിയൊന്ന് വീതി കൂട്ടണമെന്ന് ആലോചിക്കുന്നിടത്ത് ബഹുസ്വരതയുടെ മുമ്പിൽ നാം ശിരസ്സു കുനിച്ചു നിന്നുകൊണ്ട് പറയണ്ടേ, കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ ധന്യ ജീവിതത്തിന്റെ നേരെ ഏത് ഹിന്ദുവിനാണ് വെറുപ്പ് തോന്നിയത്? ഏത് ഹിന്ദുവിനാ വെറുപ്പ് തോന്നിയത്? ഇവിടെ വന്ന മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളോട് ഏത് ഹൈന്ദവ സഹോദരനാ വെറുപ്പ് തോന്നിയത്? തൻ്റെ തൊപ്പി മാറ്റാത്ത, തൻ്റെ ശുഭ്രവസ്ത്രധാരണാ രീതികളിൽ നിന്ന് മാറാത്ത ശുദ്ധമായൊരു ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെ തേജോധന്യമായൊരു പാരമ്പര്യവും സുഹൃതവും അതൊരു ചരിത്രമായി തന്നെ നമ്മുടെ നിയോഗം പോലെ കടന്നു വന്ന മഹാരഥന്മാരായ പാണക്കാട് സയ്യിദുമാർ. ആ സയ്യിദുമാരിലെ നാം ഏറെ സ്നേഹിക്കുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അന്തരിക്കുമ്പോഴല്ലേ ഒരു നാട് മുഴുവനും വിങ്ങിപ്പൊട്ടിക്കരിഞ്ഞത്? ആ മനുഷ്യൻ മണ്ണോട് ചേരുന്ന പോലെ ചേർന്ന് നിൽക്കുമ്പോൾ മലബാറിലെ മലപ്പുറത്തിൻ്റെ മണ്ണിൽ മറ്റൊരാൾ കിടന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യൻ പോകുന്നു മണ്ണിലേക്ക്, ഇന്നെനിക്കെങ്ങനെ സഹിക്കാനാകുമെന്ന് ചോദിച്ചത് ഒരു നമ്പൂതിരിയാണ്. മലയാള സിനിമയ്ക്ക് മനോഹരമായ ഗീതങ്ങൾ എഴുതി കൊടുത്ത നമ്പൂതിരി. ആ നമ്പൂതിരിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്താ? ദാമോദരൻ നമ്പൂതിരി എന്ന കൈദർപ്പം ദാമോദരൻ നമ്പൂതിരിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് ആ മനുഷ്യന്റെ ഹൃദയമാണ്, അദ്ദേഹത്തിൻ്റെ സ്നേഹമാണ്. തൻ്റെ മുമ്പിൽ ഒരു രാജതുല്യമായ വസന്തം പോലെ നടന്നുപോയ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ്, അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുന്നു എന്നറിയുമ്പോൾ ഒരു നാടിനോടൊപ്പം കരഞ്ഞു തളർന്നിരുന്നു കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ദാമോദരൻ നമ്പൂതിരി എന്ന, ഞാൻ പറഞ്ഞാൽ ഒരു സവർണ കുലജാതനായ വെളുത്ത മനോഹരമായ ജീവിത സൗന്ദര്യമുള്ള വലിയ അർത്ഥത്തിലുള്ള പിന്നെ ജ്ഞാന പാടവങ്ങൾ ഉണ്ടായിരുന്ന പ്രഗത്ഭനായ മനുഷ്യൻ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മരിച്ചാൽ കരയേണ്ടതെന്താ? കരഞ്ഞു. എന്തുകൊണ്ട് കരഞ്ഞു? അവർക്കൊക്കെ ഇടയിലുണ്ടായിരുന്ന ഈ ബന്ധം അത്ര വലുതാണ്. നമുക്കിടയിൽ സ്പർദ്ധയില്ലാതെ പോകട്ടെ എന്ന പ്രാർത്ഥനയുടെ ഉള്ളടക്കമറിഞ്ഞയാളാണ് കൈതപ്രം. അതുകൊണ്ടാണ്, അങ്ങനെയാണ് ഇന്നലകളിലൂടെ കടന്നു വന്ന മഹാരഥന്മാരൊക്കെ ജീവിച്ചത്. മഹാനായ ഉമറുൽ ഖാലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മലബാറിന് ഏറെ പരിചിതമാണല്ലോ ആ നാമധേയം. ഈ ചാവക്കാട്ടെ തുക്കുടി സായിപ്പിന്റെ മുമ്പിൽ ചെന്നു നിന്നു ഉമർ ഖാലിയോട് ചാവക്കാട്ടെ സായിപ്പ് പറഞ്ഞു, നിങ്ങൾ കരം തരണം, ഭൂമിക്ക് കരം തരണം, ഭൂമിക്ക് കരം തരണം എന്നാവശ്യപ്പെടുമ്പോൾ മഹാനായ ഉമർ ഖാലി പറഞ്ഞു, ഇല്ല, ഭൂമിക്ക് കരം തരാൻ എൻ്റെ നാട്ടിൽ സാമൂതിരി മഹാരാജാക്കന്മാർ ഭരിച്ചിരുന്നു. മലബാറിൽ സാമൂതിരിമാരുടെ ഭരണം അവസാനിപ്പിച്ചു കളഞ്ഞ് ടിപ്പുവിൻ്റെ ഭരണം അവസാനിപ്പിച്ച് ഈ നാട് മുഴുവനും നിന്റെ രാജാവ് കാൽക്കീഴിലാക്കി വെക്കുമ്പോൾ എൻ്റെ ദേശം നിന്റെ രാജാവിൻ്റെ ആധിപത്യത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ നാട്ടിലേക്ക് കടന്നു വന്ന ഈ അധിനിവേശത്തിന് കരം തരാൻ എനിക്ക് മനസ്സില്ലടാ എന്ന് പറയാൻ ധൈര്യം കാണിച്ച മഹാനായ ഉമർ ഖാലി. മൗലവി, താങ്കൾക്ക് വലിയ ശിക്ഷ ലഭ്യമാകുമെന്ന് പറയുമ്പോഴാണ്
മാതാ തഖൂലു യാ ബത്താൽ, എന്തു പറഞ്ഞടാ വിഡ്ഢി എന്ന് ചോദിച്ചിട്ട് ധൈര്യസമേതം സൂര്യൻ അസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥന്റെ മുഖത്തേക്ക് ആഞ്ഞു തുപ്പി മഹാനായ ഉമർ ഖാലി. പക്ഷേ ആ ഉമർ ഖാലിയുടെ വെളിയങ്കോട്ട് പോയി നോക്കണം നിങ്ങൾ. വെളിയങ്കോട്ടിൽ വലിയ പള്ളി ഉണ്ടാക്കി ഉമർ ഖാലി. അതേൽപ്പിച്ചു കൊടുത്തത് ചോയി എന്ന് പറയുന്ന ഒരു ഹിന്ദു സഹോദരനെയാണ്. ആശാരിയായ ഹിന്ദു സഹോദരൻ ആ പള്ളി പണിയൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷം മഹാനായ പണ്ഡിതന്റെ മുമ്പിലെത്തി. കർമ്മശാസ്ത്രത്തിൽ അതീവ നിപുണനാണ് മഹാനായ ഉമർ ഖാലി. വലിയ സാഹിത്യകാരനാണ്. അറബി സാഹിത്യത്തിലെ ഏറ്റവും മനോഹരമായ കവിതകൾ മഹാനായ ഉമർ ഖാലിയുടേതാണ്. പ്രവാചകന്റെ പരിശുദ്ധമായ റൗദത്തു ഷരീഫയുടെ കവാടം തുറക്കില്ലെന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുമ്പോഴാണ് മഹാനായ ഉമർ ഖാലി അവിടെ ചെന്ന് നിന്നൊരു പ്രേമഗീതം പാടി. യാ അക്രമൽ ഖുറമാ അലാ അതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലി ജനാബികും യർജുൽ അതാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമാ. പരിശുദ്ധരിൽ പരിശുദ്ധരായ പ്രവാചകരെ, അങ്ങയുടെ കവാടത്തിൽ ഇതാ ഒരു പാവം ഉമർ വന്ന് നിൽക്കുന്നുണ്ട്. അങ്ങയുടെ ചാരത്ത് നിന്ന് അങ്ങയുടെ വാതിൽ പടിക്കൽ അവൻ കണ്ണുനീര് വീഴ്ത്തുമ്പോ ഈ അശ്രുകണങ്ങൾ കൊണ്ട് അങ്ങയുടെ ഹൃദയ കവാടം തുറക്കുമോ എന്ന് ചോദിച്ച മഹാനായ ഉമറുൽ ഖാലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അത്രമേൽ ഭക്തനായ, അത്രമേൽ വിശ്വാസിയായ, അത്രമേൽ പണ്ഡിതനായ ഈ മഹാപണ്ഡിതനാണ് തൻ്റെ പ്രിയപ്പെട്ട മസ്ജിദിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് ചോയിയാണ്. ചോയി ആ പണിയെടുത്തതിനു ശേഷം വന്നിട്ട് മഹാനായ പണ്ഡിതനോട് പറഞ്ഞു, ചോയി അങ്ങ് പറഞ്ഞ പ്രകാരം വേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ചോയിയെ തൃപ്തിപ്പെടുത്താൻ അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമെന്നുണ്ട്. അപ്പോൾ ചോയിയോട് പറഞ്ഞു, നിനക്കെന്താ വേണ്ടത്? ചോയി പറഞ്ഞു, എനിക്ക് അല്പം സ്ഥലം വേണം. അപ്പോൾ കാക്കാത്തറ തറവാട്ടിൻ്റെ വിശാലമായ പറമ്പിൽ നിന്ന് വലിയൊരു പ്രദേശം, അതായത് ഒരു 3 ഏക്കർ സ്ഥലം അങ്ങ് വീതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ചോയി നിനക്കാവശ്യമുള്ളത് ഇവിടെ ചെയ്യാമെന്ന്. ചോയി അവിടെ ചെയ്തത് ഒരു അമ്പലം പണിയലായിരുന്നു, ഒരു ക്ഷേത്രം. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമാണ്. സമീപത്തൊരു ക്ഷേത്രം, തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മസ്ജിദ്. അങ്ങനെയും കാക്കാത്തറ തറവാട്ടുകാരൻ ചെയ്തു വെച്ചത് അങ്ങനെയാണ്. ചോയിക്ക് പള്ളി പണിത് കൊടുക്കുന്ന ചോയിക്ക് അമ്പലം പണിയാൻ ഒരു സ്ഥലം കൊടുക്കുന്ന മഹാപണ്ഡിതനാണ് മഹാനായ ഉമറുൽ ഖാലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന് നാം അറിയുമ്പോൾ, പൊന്നാനി മസ്ജിദിൻ്റെ പലകകൾ മുഴുവനും മനോഹരമായി വലിയ തടി കൊണ്ട് നിർമ്മിച്ചുണ്ടാക്കുമ്പോൾ ആ തടി ഒരൊറ്റ തടിയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ആരാ തടി കൊടുത്തത്? വലിയ നായർ തറവാട്ടിലെ നായർ. അദ്ദേഹം വന്നു പൊന്നാനിയിലെ അന്നത്തെ സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ്റെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, പള്ളി പണിയണം, അങ്ങ് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്? അവസാനം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പറഞ്ഞു, എനിക്ക് വേണ്ടത് തടിയാണ്, മരം വേണം. മരം വേണമെന്ന് പറയുമ്പോൾ തൻ്റെ പറമ്പിൽ നിന്ന് വലിയൊരു മരം വെട്ടിക്കൊണ്ടുവന്ന് പൊന്നാനിയിലെ പള്ളിയുടെ മുഴുവൻ മരവും ഹൈന്ദവ സഹോദരൻ്റെതാണെന്ന് പറയുന്നിടത്താണ് ഇന്ത്യയുടെ ഈ മനോഹരമായ സുഹൃത പാരമ്പര്യങ്ങളുടെ ചരിത്രത്തെ നാം ഇത്രമേൽ സൗന്ദര്യത്തോടെ കാണേണ്ടത്. ആ സൗന്ദര്യത്തെ നശിപ്പിക്കാൻ ഒരിക്കലും നാമായൊരു വാക്കുപോലും പറയാനാവില്ല. ഒരു വാക്കുകൊണ്ടുപോലും ഇന്ത്യയുടെ ഈ സൗന്ദര്യത്തെ നശിപ്പിക്കാൻ നാം തയ്യാറാകരുത്. ഈ ഗ്രാമത്തിൻ്റെ സൗന്ദര്യം പോലെയാണത്. ഈ ഗ്രാമം ഞാനിവിടെ ഇരുന്ന് കാണുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞത്, അങ്ങകലെ ആ സമയത്തൊരു അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. വൃദ്ധയായ ആ അമ്മ ഇവിടെ വന്നിരുന്ന് ഈ മസ്ജിദിൻ്റെ പ്രകാശത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞുപോയി. ആ അമ്മയാണ് ഈ സമൂഹത്തെ ജീവിപ്പിക്കുന്ന അമ്മയെന്ന ബോധ്യം നമുക്കുണ്ടാവണം. എന്തുകൊണ്ടെന്നാൽ നമുക്കിടയിലെ ഈ സ്നേഹം നമ്മുടെയൊക്കെ തറവാടുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹിപ്പിക്കണം. ഒരാളും ഭീകരവാദിയാവില്ല നല്ലൊരു അമ്മയോ നല്ലൊരു ഉമ്മയോ ഉണ്ടായാൽ. നല്ല ഉമ്മ, നല്ല അമ്മ, അതായത് നല്ല മാതാവ് ഉണ്ടാകുമ്പോൾ ഒരാൾക്കും ഭീകരവാദിയാകാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ നല്ല മാതാവ് പഠിപ്പിച്ചു കൊടുക്കുന്നത് മുഴുവനും സ്നേഹമാണ്. ഇന്ന് നാം കാണുന്നത് ക്രിമിനോളജിസ്റ്റുകൾ പോലും അവരുടെ ഗവേഷണ പഠനങ്ങളിൽ പറയുന്ന ഒന്നുണ്ട്, നല്ല മാതൃത്വമില്ലാതെ പോയിരിക്കുന്നു എന്നതാണിത്. നല്ല മാതൃത്വം. ഈ അടുത്ത കാലത്ത് ഒരു വലിയ പ്രഗത്ഭയായ ഒരു ക്രിമിനോളജിസ്റ്റ് എഴുതിയ ഒരു ഗവേഷണ പുസ്തകം വായിക്കാനിടയായപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, കുഞ്ഞുനാളിൽ അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ മാതാവ് അതിൻ്റെ സ്നേഹനിർഭരമായ അർത്ഥത്തിൽ അത് കൊടുക്കാൻ തയ്യാറല്ലാതെ പോയാൽ, ഈ കുഞ്ഞിന് അതിൻ്റെ തൃപ്തിയോടുകൂടെ അങ്ങനെ മുലപ്പാൽ കിട്ടാതെ പോയാൽ അവൻ പിന്നീട് ലൈംഗികമായ അർത്ഥത്തിൽ മാരകമായ മനോരോഗങ്ങൾക്ക് വിധേയനായി മാറുകയും ലഹരിക്കടിമപ്പെടുകയും ചെയ്യുന്ന ഒരു ക്രിമിനലായി മാറും എന്നാണ് ക്രിമിനോളജിസ്റ്റുകൾ. ഇത് മതം പറയുന്നതല്ല, മതപ്രവാചകന്മാർ പറയുന്നതല്ല. മതത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
മുല കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സായുജ്യം ഉണ്ടാകണം പെണ്ണിന്. 2 വർഷം കൊടുക്കണം കുഞ്ഞിന്. ആ സമയത്തൊരു സ്നേഹത്തിൻ്റെ സായുജ്യം ഉണ്ടാകണം. അങ്ങനെ സ്നേഹനിർഭരയായ അമ്മയുണ്ടാകുമ്പോൾ ഒരു കുടുംബവും ഒരു സമൂഹവും തകരില്ല. അതുകൊണ്ടല്ലേ അമേരിക്കയിൽ 2002 ട്രെഞ്ച് കോട്ട് മാഫിയ എന്ന പേരിൽ ഒരു പറ്റം വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠികളെ വെടിവെച്ചു കൊന്നു. അന്ന് ഞാൻ ദി ഹിന്ദു പത്രത്തിൽ ഒരു സൈക്കോളജിസ്റ്റ് എഴുതിയ ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് ഇപ്പോഴും ഓർക്കുന്നു. ദേ കാൻറ്റ് ക്രൈ ബൈ ടിയേഴ്സ് ബട്ട് ദേ ക്യാൻ ക്രൈ ബൈ ബുള്ളറ്റ്സ് എന്നായിരുന്നു. ദേ കാൻറ്റ് ക്രൈ ബൈ ടിയേഴ്സ്, അവർക്കിനി കണ്ണുനീര് കൊണ്ട് കരയാൻ കഴിയില്ല, അവർക്ക് കരയാനാവുക ബുള്ളറ്റുകൾ കൊണ്ടാകുന്നു എന്നായിരുന്നു അദ്ദേഹം എഴുതിയത്. എന്നിട്ട് ആ ലേഖനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട് അദ്ദേഹം: അമേരിക്കയിൽ നല്ല മാതാക്കൾ നഷ്ടപ്പെട്ടു പോയതാണ് അമേരിക്കയുടെ ദുരന്തം. ഇത് അമേരിക്കയുടെ മാത്രം ദുരന്തമാവില്ല, ഇത് ലോകത്തോളം പടർന്നു പിടിക്കുന്ന ഒരു മഹാരോഗമാകുന്നു എന്നായിരുന്നു അത്. അമേരിക്കക്ക് സത്യത്തിൽ കുടുംബമില്ല. ഞാൻ കഴിഞ്ഞ 2016 അമേരിക്കയിൽ പോയി. അമേരിക്കയിൽ എൻ്റെ ടൂർ പ്രോഗ്രാമറായിരുന്ന സുഹൃത്തിനോട് ഞാൻ ചോദിച്ചു, ഡു യു ഹാവ് വൈഫ്? നിങ്ങൾക്ക് ഭാര്യയില്ലേ, കുടുംബമില്ലേ? അദ്ദേഹം എന്നോട് പറഞ്ഞു, ഐ ഹാവ് നോ വൈഫ്. അപ്പം ഞാൻ വലിയ സഹതാപത്തോടെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഭാര്യയില്ലാത്ത ഒരു 50 വയസ്സുകാരൻ്റെ ജീവിതം, ഒരു ഏകാന്ത തടി, അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഐ ഹാവ് 2 ഗേൾ ഫ്രണ്ട്സ്. എനിക്ക് 2 ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സാമൂഹിക ഘടനയുടെ അബദ്ധം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തോന്നുമ്പോൾ തോന്നുമെടുത്തു പോകാനും തോന്നിയതുപോലെ സ്വീകരിക്കാനും തള്ളാനും കഴിയുന്നൊരവസ്ഥ. അങ്ങനെ തള്ളുമ്പോഴുണ്ടാകുന്നത് എന്താ? നല്ലൊരു കുടുംബം, സ്വച്ഛവും സുന്ദരവും ശാന്തഗർഭിതവുമായി നിൽക്കുന്ന കുടുംബം. അങ്ങനെ ഒരു കുടുംബമില്ലാതെ പോയാലുണ്ടാകുന്ന അബദ്ധം, അതാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിന് സംഭവിച്ചത്. ഇത് പഴയ കാലത്തൊന്നും ഈ രൗദ്രഭാവങ്ങളില്ല. സത്യത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ, മതമാണ് ഇതിൻ്റെ മുഴുവൻ പ്രശ്നത്തിൻ്റെയും കാരണക്കാരെന്ന്. മതമല്ല. എന്തുകൊണ്ടെന്നാൽ ഇന്ന് മതവിശ്വാസത്തെയും അതോടൊപ്പം തന്നെ ഓരോ സമൂഹങ്ങളുടെയും വൈകാരികമായ ബോധങ്ങളെയും തങ്ങൾക്ക് എങ്ങനെ കച്ചവടം ചെയ്യാൻ സാധ്യമാകുമെന്നറിയുന്ന വലിയ കച്ചവടക്കാരായ രാഷ്ട്രീയക്കാരാണ് യഥാർത്ഥത്തിൽ ഈ കുഴപ്പത്തിൻ്റെ കാരണം. അത് ഞാൻ വിയോജിച്ച് പറയല്ല, മറിച്ച് രാഷ്ട്രീയമെന്ന് പറയുന്നത് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുടെ അർത്ഥത്തിലല്ല, മറിച്ച് തങ്ങളുടെ താല്പര്യങ്ങളുടെ സ്ഥാപനം മതസംഘടന നടത്തുന്നിടത്തും അതിൻ്റെയും പേര് രാഷ്ട്രീയമെന്നാണ്. അങ്ങനെ പറയുമെങ്കിൽ ലോകത്ത് സ്ഥാപിതമായിട്ടുള്ള അത്തരം സ്ഥാപിത താല്പര്യങ്ങളാണ് മതവിശ്വാസങ്ങളെ പലപ്പോഴും ഈ അർത്ഥത്തിൽ ചൂഷണം ചെയ്തത്. അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ചിലപ്പോഴൊക്കെ കുരിശുയുദ്ധം നടന്ന സമയങ്ങളിൽ ഞാൻ കാണുന്നു, അവിടെ പോർപ്പ് അർബൻ പ്രഭു അദ്ദേഹത്തിൻ്റെ മുഖ്യ സൈന്യാധിപനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് നമ്മുടെ യുദ്ധമെന്ന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖ്യ സൈന്യാധിപൻ നൽകുന്ന മറുപടി ഇതാണ്: നമ്മുടെ ഈ കുതിരകളുടെ മുഴുവൻ കുളമ്പുകളും നനഞ്ഞു നിൽക്കുന്നത് മുസ്ലിം രക്തം കൊണ്ടാണെന്ന്. അങ്ങനെ പറഞ്ഞതാരാ? അങ്ങനെ ചോദിച്ചതാരാ? ക്രൈസ്തവ മതമേലധ്യക്ഷനായ പോപ്പ് അർബൻ. എന്തേ അങ്ങനെ ചോദിക്കുന്നത്? അതൊരു സ്ഥാപിതമായ രാഷ്ട്രീയ താല്പര്യമാണ്. ആ രാഷ്ട്രീയം ഏത് മതത്തെ എപ്പോഴൊക്കെ ഗ്രസിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഈ സമൂഹത്തിൽ വലിയ ക്രൗര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അപ്പോഴൊക്കെ യുദ്ധങ്ങളും ഭീതിയും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാടിനെ ഗ്രസിക്കുന്ന ഈ വലിയ അപകടത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണവും മതങ്ങളുടെയൊക്കെ പേര് പറഞ്ഞ് നടക്കുന്ന ദേശസ്നേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന ക്രൗര്യം, അതൊരു വലിയ വൈരാഗ്യമായി, വലിയ സ്പർദ്ധയായി, വലിയ ധ്രുവീകരണമായി വളർന്നു വരികയാണ്. എന്താ ദേശസ്നേഹം? ദേശസ്നേഹം എന്ന് പറയുന്നത് പ്രകടിപ്പിക്കുക എന്നതാണ് ഇന്ന് നമ്മളിൽ ചില ആളുകൾ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത്. അവർ പറയുന്നു, സിനിമയുടെ മുമ്പിലും എഴുന്നേറ്റ് നിന്നിട്ട് ദേശസ്നേഹം, അത് ദേശീയ ഗാനം പാടിക്കൊണ്ടേയിരിക്കണം. എവിടെയൊക്കെയാണ് ദേശീയ ഗാനത്തിൻ്റെ സ്ഥാനമെന്നതിനെപ്പോലും നിർവചിക്കാൻ കഴിയാതെ പോവുകയാണ്. നമ്മുടെ കോടതികൾക്ക് പോലും, ബഹുമാനപ്പെട്ട കോടതികൾ പോലും അങ്ങനെ ആയാൽ, അതായത് യഥാർത്ഥത്തിൽ ദേശസ്നേഹം എന്ന് പറയുന്ന വികാരത്തെ കേവലം ചില പ്രത്യേകമായ അതിർത്തിയിൽ മാത്രം നിൽക്കേണ്ടതല്ല, അതിന് മനുഷ്യസ്നേഹവുമായി ഉൾച്ചേർന്നു നിൽക്കാൻ സാധിക്കണം. മനുഷ്യസ്നേഹവുമായി ഉൾച്ചേർന്നു നിൽക്കാൻ കഴിയണം. അങ്ങ് അതിർത്തി കടന്നു വന്ന ഒരാൾ ഇവിടെ ഇരുന്ന് പാട്ട് പാടുമ്പോൾ അത് കേൾക്കാൻ കഴിഞ്ഞിരുന്നല്ലോ കേരളത്തിന്. അതുകൊണ്ടല്ലേ പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ കാതോർക്കുമ്പോൾ അവിടെ എന്തു മതത്തിൻ്റെ, എന്ത് അതിർത്തിയുടെ, എന്തു ഭേദത്തിൻ്റെ, ഏത് അതിർത്തിയുടെ തർക്കങ്ങളുടെ പേരിലാണ് നാം വേർതിരിച്ചു നിൽക്കേണ്ടത്? അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ലാത്ത വിധം നാം ദേശസ്നേഹികളാണ് എന്നതോടൊപ്പം തന്നെ നാം മനുഷ്യസ്നേഹികളാണെന്ന് ഉറക്കെ പറയാൻ കഴിയണം. ഇന്ത്യ പറഞ്ഞതല്ലേ, ഗാന്ധിജി പറഞ്ഞതെന്താ? എന്തിനാ ഗാന്ധിജിയുടെ നേരെ ഈ നിറയൊഴിച്ചത്? അവിടെ നാം കണ്ടത് ഇതാണ്: പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും ഒരുപോലെ ബ്രിട്ടീഷ് ഇന്ത്യ നൽകിയിട്ടുള്ള, അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഓഹരി വീതിച്ചു കൊടുക്കുന്നിടത്ത് യാതൊരു അന്യായവും പാടില്ലെന്ന് പറഞ്ഞ് ഉപവസിച്ചയാളാണ് മഹാത്മജി. അങ്ങനെ പറഞ്ഞയാളാണ്. രണ്ടുപേർക്കും ഈ തുല്യമായ നീതി ലഭ്യമാകണമെന്ന് പറഞ്ഞയാൽ
ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അർദ്ധരാത്രി ഡൽഹിയിൽ ആഹ്ലാദാരവങ്ങൾ മുഴങ്ങുന്ന സമയത്ത് പശ്ചിമ ബംഗാളിൻ്റെ തെരുവുകളിലൂടെ നടന്നു, നവഖാലി തെരുവിലൂടെ. പത്രപ്രവർത്തകർ ചോദിച്ചു, ഗാന്ധിജി അങ്ങല്ലേ സഹന സമരത്തിലൂടെ ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടി ഏറെ ക്ലേശപ്പെട്ടത്, അങ്ങന്തേ പിന്നെ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ മഹാത്മജി പറഞ്ഞു, എൻ്റെ പണി ഹിന്ദുവും മുസ്ലിമും തമ്മിലടിച്ച് ചോരപ്പുഴ ഒഴുക്കുന്ന ഈ ഗ്രാമത്തിലാണ് എൻ്റെ ദൗത്യമെന്ന് എനിക്ക് ബോധ്യമുണ്ട് എന്നായിരുന്നു. അതേസമയം അങ്ങ് ഡൽഹിയിൽ വലിയ ആഹ്ലാദം. ഡൽഹിയിൽ അന്നത്തെ ആ അർദ്ധരാത്രിയിൽ മനോഹരമായൊരു പ്രസംഗം തുടങ്ങുന്നുണ്ട് അഭിനന്ദനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ പ്രസംഗം എത്ര മനോഹരമാണ്. 2 അർദ്ധരാത്രികൾ ഇന്ത്യ സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആ 2 അർദ്ധരാത്രികളെ രാഷ്ട്രീയമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു അർദ്ധരാത്രി ആഹ്ലാദത്തിൻ്റെ നിറച്ചാർത്തുമായി നിൽക്കുന്ന ഇന്ത്യയുടെ മുമ്പിൽ, ലോകത്തിൻ്റെ മുമ്പിൽ അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഴുന്നേറ്റു നിന്നു. അറ്റ് ദ സ്റ്റോക്ക് ഓഫ് മിഡ് നൈറ്റ് അവർ വെൻ ദ വേൾഡ് സ്ലീപ്സ് ഇന്ത്യ വിൽ എവേക്ക് ടു ന്യൂ ലൈഫ് ആൻഡ് ഫ്രീഡം. ഈ അർദ്ധരാത്രിയുടെ മണികിലുങ്ങുമ്പോൾ, ലോകം ഉറങ്ങുമ്പോൾ നാം ഒരു പുതിയ വെളിച്ചത്തിലേക്കും പുതിയ പ്രതീക്ഷയിലേക്കും എഴുന്നേൽക്കുകയാകുന്നു എന്ന് പറയുന്ന പ്രസംഗം നടത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ. പക്ഷേ മറ്റൊരു അർദ്ധരാത്രി നമ്മൾ കണ്ടു. കഴിഞ്ഞ 2-3 മാസക്കാലമായി ഇന്ത്യയിലെ ഓരോ പാവപ്പെട്ടവനും അവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വന്നിരുന്ന ഒരു അർദ്ധരാത്രി നമ്മുടെ മുമ്പിലുണ്ടായി. ഭായിയോം ബഹനോം എന്ന് പറഞ്ഞു തുടങ്ങിയ പ്രസംഗം നമ്മുടെ മുഴുവനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ മുഴുവനും നിഷേധിച്ചു കളയുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ സാമ്പത്തികമായ ഭദ്രതയുടെ നട്ടെല്ലൊടിക്കുന്നൊരവസ്ഥയിലേക്ക് ഒരു പ്രധാനമന്ത്രി പറയേണ്ടി വരുന്നൊരവസ്ഥ കാണേണ്ടി വരുമ്പോൾ അന്നാ കണ്ടൊരാഹ്ലാദാരവമുണ്ട്. പക്ഷേ നെഹ്റു അതിനുശേഷം പ്രസംഗിച്ചിട്ട് ഇറങ്ങി വരുമ്പോൾ നെഹ്റുവിനോട് പത്രക്കാർ ചോദിച്ചു, എന്തൊരു മനോഹരമായ പ്രസംഗമായിരുന്നു അങ്ങയുടേത്, വാക്കുകൾ ഇങ്ങനെ അങ്ങയുടെ പ്രസംഗത്തിലേക്ക് ഇങ്ങനെ വന്നു പോകുന്നു എന്ന് തോന്നിപ്പോയി എന്ന് പ്രഭാഷകരുടെ ആ മനോഹരമായ പ്രഭാഷണം കേട്ടിട്ട് പ്രഗത്ഭരായ പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ പണ്ഡിറ്റ്ജി പറയുന്നത് കാണാം, ഞാൻ അങ്ങനെ ആലോചിച്ചില്ല, എൻ്റെ മുമ്പിൽ എങ്ങനെയോ വന്നുപെട്ടതാണ് വാക്കുകൾ, ഞാനങ്ങനെ ഉരുവിടുകയായിരുന്നു. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സ് മുഴുവനും അങ്ങകലെ ലാഹോറിലായിരുന്നു. എൻ്റെ പട്ടണം, സുന്ദരമായ നമ്മുടെ ലാഹോർ കത്തുന്നു എന്ന് പറഞ്ഞിട്ട് വിതുമ്പിക്കരഞ്ഞത് ഇന്ത്യയുടെ പ്രഗത്ഭനായ പ്രധാനമന്ത്രിയാണ്. ലാഹോർ മറ്റൊരു ദേശത്താണെന്നായിരുന്നില്ല, എൻ്റെ നാട് സുന്ദരമായ ലാഹോർ അത് കത്തുകയാണെന്ന് പറയുകയായിരുന്നു അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. എന്തിനാണ് ദേശവും, എന്തിനാണ് മതവും, എന്തിനാണ് വർഗവും, അതിനപ്പുറം നിൽക്കേണ്ട മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാൻ സാധ്യമാവൂലേ? നമുക്കങ്ങനെ കാണാൻ കഴിഞ്ഞില്ലേ? ഇന്ത്യക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ത്യക്ക് അങ്ങനെ ഒരു ദേശത്തിൻ്റെ അതിർത്തി കാണാത്ത വിധം ഈ ലോകത്തെ തന്നെ ഒരുപോലെ കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് വസുധൈവ കുടുംബകം എന്ന് പറഞ്ഞത്. വസുധ തന്നെയാണ് കുടുംബം. ഏതാ വസുധ? ഈ ഭൂമിയാണ്. ഈ ഭൂമി തന്നെ തറവാടാണ്. ഭൂമിയിലെ എല്ലാത്തിനോടും ആ നന്മയുണ്ടാകണം. എല്ലാത്തിനോടും. ഒരു ചെടി അത് നനഞ്ഞു നിവർന്ന് അത് കുതിർന്ന് അത് തളിരിട്ട് വരുന്നത് കാണുമ്പോൾ അതിൽ കാണണം ഒരു ആശ്വാസം, അതിൽ കാണണം ഒരു സന്തോഷം. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് കാണാം, നിങ്ങൾ അവസാന നാൾ വരുന്നു എന്ന് കേട്ടാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ പോയി നടണേ, അത് ഭൂമിക്ക് ആശ്വാസമാണ്, തലമുറകൾക്ക് ആശ്വാസം പകരുന്നതാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫൈദാ സമീഅതും ബിദ്ദജ്ജാൽ വഫീ യദി അഹദികും ഫസീല ഫൽയഗ്രിസ്ഹാ അലാ ഇന്ന ലിന്നാസി ഐശം ബഅദ. എന്തൊരു രസാണ് ഹദീസ്. ദജ്ജാൽ വരുന്നു എന്ന് നിങ്ങൾ കേട്ടാൽ, അതായത് അവസാന കാലം വന്നു എന്നറിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ പോയി നടണേ, നിങ്ങൾക്കൊരു ജീവിതം ഒരു സമൂഹത്തിന് നൽകാൻ സാധ്യമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, മതപരമായ വൈര്യങ്ങളെ മുഴുവനും മാറ്റിവെക്കാം നമുക്ക്, ആചാരപരമായ വൈരുദ്ധ്യങ്ങളെ മാറ്റിവെക്കാം നമുക്ക്. അതെല്ലാം ഉണ്ടായിക്കോട്ടെ, എല്ലാം ഉണ്ടാകട്ടെ. എനിക്ക് എൻ്റെ ഒരു ആചാരമുണ്ടെങ്കിൽ ആ ആചാരം നിലനിൽക്കണം, ആ ആചാരത്തെ മാറ്റി നിൽക്കണമെന്ന് ആരും പറയേണ്ടതില്ല, പറയാനും പാടില്ല. എനിക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ വിശ്വാസം ശരിയെന്ന്, എൻ്റെ വിശ്വാസം തന്നെ ആചരിക്കണമെന്നാണെങ്കിൽ അത് രാജ്യത്തിൻ്റെ സാമൂഹികമായ ഈ കെട്ടുപാടുകൾക്ക് യാതൊരു തകരാറുമില്ലെങ്കിൽ ഇന്ത്യ നൽകിയൊരു സ്വാതന്ത്ര്യവും കൂടിയാണത്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ എല്ലാ കാലത്തെയും ചരിത്രവുമായി ഉൾച്ചേർന്ന് നിൽക്കുന്നതാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ ഭരണഘടന ലോകത്തെ തന്നെ ഏറ്റവും നല്ല ഭരണഘടനയായത്. നിങ്ങൾ നോക്കൂ, ഞാൻ ഈ കഴിഞ്ഞ തവണയും ട്രംപ് അധികാരാരോഹണം നടത്തുന്ന സമയത്തും ശ്രദ്ധിച്ചു, ട്രംപ് ചെയ്യുന്നതും ബൈബിൾ തൊട്ടിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാണ്. സാക്ഷാൽ എബ്രഹാം ലിങ്കൻ തൊട്ട അതേ ബൈബിൾ, ഭഗവത്ഗീത തൊട്ടിട്ടല്ലാതെ ഇന്ത്യയുടെ ഒരു പ്രസിഡന്റ്
സത്യപ്രതിജ്ഞ ചെയ്യാൻ പാടില്ലെന്ന് എഴുതി വെച്ച ഒരു ലേഖനവും ഒരു ലിഖിതവും ഒരു കരടുരേഖയും ഇന്ത്യയിലില്ല. അങ്ങനെയല്ലല്ലോ. ഡോക്ടർ സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന പ്രാഥമികമായ തൻ്റെ ജീവിതങ്ങളിലേക്ക് പോലും കടക്കുന്നതിന് മുമ്പ് സുബഹ് നമസ്കാരാനന്തരം പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഖണ്ഡം, ഒരു ജുസ് തീർത്തിരുന്ന ഡോക്ടർ സക്കീർ ഹുസൈൻ ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. ഡോക്ടർ ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. ഡോക്ടർ APJ അബുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ക്യാബിനറ്റ് വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്ന പ്രഥമാധ്യായത്തിന് ഖണ്ഡശകൾ എഴുതി വലിയ വാള്യൂംസ് എഴുതി വച്ചിട്ടുള്ള പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവ് കൂടിയായ ഷെയ്ഖ് മുഹിയുദ്ദീൻ എന്ന് യഥാർത്ഥ പേരുള്ള മൗലാന അബുൽ കലാം ആസാദാണ്. മൗലാന ആസാദിന്റെ ഒറിജിൻ എന്താ? മൗലാന ആസാദിന്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. എവിടുന്നാ വന്നത്? ശുദ്ധ അറബിയാണ്. മൗലാന ആസാദ് എന്നുണ്ടായിരുന്നുവെങ്കിൽ അറബിയാണ്, നാട് വിട്ടോളൂ എന്ന് പറയും, ഒരു ക്യാബിനറ്റിൽ ഇരുത്തൂല എന്ന് പറയുന്ന ഒരു പുതിയ സംസ്കാരം ഉണ്ടാകുമെങ്കിൽ നെഹ്റുവിൻ്റെ ക്യാബിനറ്റിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന ആസാദാണ്. മൗലാന ആസാദ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ക്യാബിനറ്റിൽ, അതായത് ഇന്ത്യയുടെ ഒന്നാം മന്ത്രിസഭയിൽ ഇരിക്കാൻ കഴിഞ്ഞു. ആര് തർക്കിച്ചോ? ആരും പറഞ്ഞില്ല. മൗലാന ആസാദ് അറബിയാണ്, അതുകൊണ്ട് നാട് വിട്ടേക്കണമെന്ന് പറയാൻ ആരും ഉണ്ടായില്ല. കാരണം ഇന്ത്യ അങ്ങനെ സുന്ദരമായിരുന്നു. നോക്കൂ നിങ്ങൾ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ ഇത് നിലനിൽക്കുന്നു എന്നതുകൊണ്ടാണ് മറ്റു രാജ്യങ്ങളിലെ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നവർക്ക് മതാചാരങ്ങൾ നിർബന്ധമാകുമ്പോൾ എൻ്റെ രാജ്യം, എൻ്റെ ഇന്ത്യ ഒരാളോടും ഇന്ന മതാചാരത്തിൻ്റെ ഭാഗമായി മാത്രമേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഔദ്യോഗിക പദവി ഏറ്റെടുക്കാൻ പാടുള്ളൂ എന്ന് നിർബന്ധിക്കുന്നേയില്ല. അതാണ് ഇന്ത്യ, അതാണ് എൻ്റെ രാജ്യം. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, എൻ്റെ രാജ്യത്തിന് മാത്രമേ അത് കഴിയൂ. അമേരിക്കക്ക് പോലും കഴിയാത്തത്. അമേരിക്കക്ക് എബ്രഹാം ലിങ്കനെ എങ്ങനെയാണോ സത്യപ്രതിജ്ഞ ചെയ്യാൻ സാധ്യമായത്, അതുതന്നെയാണ് സാക്ഷാൽ ഹുസൈൻ ബറക്കത്ത് ഒബാമയും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ, അതുതന്നെയാണ് ട്രംപ് ചെയ്യുമ്പോഴും. എല്ലാവരും ചെയ്തപ്പോൾ ബൈബിൾ തൊട്ടുമുത്തി സാക്ഷ്യം പറയണം. ഒരു പ്രോട്ടസ്റ്റന്റ് ക്രിസ്ത്യൻ അല്ലാതെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. മുസ്ലിം രാജ്യങ്ങളിലേക്ക് പോയാൽ അവിടെ മുസ്ലിങ്ങൾക്കല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഇന്ത്യയുടെ 2% മാത്രം വരുന്ന മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയുടെ ഭാഗമായി നിൽക്കുന്ന സിഖുകാരൻ ഇന്ത്യയുടെ ഏറ്റവും ഉന്നതമായ ഓഫീസിന്റെ അധികാരിയായിരുന്നു. പ്രൈം മിനിസ്റ്റേറിയൽ ഓഫീസ്, PMO എന്ന് പറയുന്ന ഇന്ത്യയുടെ മുഴുവൻ അധികാരത്തിൻ്റെയും കുത്തകയായി നിൽക്കുന്ന പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. 2 ടേം മൻമോഹൻ സിംഗ് എന്ന് പറയുന്നയാൾ, അതായത് ഒരു സിഖുകാരൻ, എത്ര വട്ടം ഇന്ത്യയിൽ ഗ്യാനി സെയിൽ സിംഗിനെ പോലെയുള്ള പ്രഗത്ഭരായ പ്രസിഡന്റുമാരെ നമ്മൾ കാണുന്നു. ഞാൻ പറയുന്നത്, ഇന്ത്യ ഒരിക്കലും അതിൻ്റെ പേരിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഈ രാജ്യത്തിൻ്റെ വലിയ പ്രത്യേകത. ഇവിടെ എല്ലാവർക്കും അവരുടെ മതം പറയാനും അനുഷ്ഠിക്കാനും ആചരിക്കാനും പ്രഘോഷണം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. All persons are equally entitled to freedom of conscience and the right freely to practice, profess and propagate religion. ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും അവരുടെ മതം പറയാം, അത് പ്രഘോഷണം ചെയ്യാം, അത് പ്രചരണം നടത്താം. ഈ പള്ളിയിൽ നമസ്കരിക്കുമ്പോൾ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പൂജ നടത്താം. ഇതിൻ്റെ ഇടയിൽ യാതൊരു തർക്കവുമില്ലാതെ ഒരുമിച്ച് കൊണ്ടുപോകാം. ഈ കൊട്ടു കേൾക്കുമ്പോൾ അതൊരു സംഗീത മഴയായി കാണാം. ഈ ബാങ്കുലി മുഴക്കുമ്പോഴും അത് സംഗീത സാന്ദ്രമായി കേൾക്കാനാകും. അങ്ങനെ കേൾക്കാൻ കഴിയുന്ന മനസ്സുണ്ടാകുമ്പോൾ മാത്രമേ നല്ല മതവിശ്വാസി പിറക്കുന്നുള്ളൂ. ആ നല്ല മതവിശ്വാസിയായി ജീവിക്കാൻ കഴിയുന്നിടത്താണ് ഈ മസ്ജിദിൻ്റെ അകത്തളങ്ങളിൽ ഒരു സൗന്ദര്യമായി നിൽക്കുന്ന അതിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഈ മനുഷ്യൻ നമസ്കരിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ചോദിക്കുന്നുണ്ടല്ലോ, ആരാണ് മതവിശ്വാസി എന്നാണ് അങ്ങ് മനസ്സിലാക്കിയത്? മതത്തെ കളവാക്കുന്നവൻ, മതത്തെ നിഷേധിക്കുന്നവൻ ആരാണ്? അള്ളാഹുവിൻ്റെ പ്രവാചകനോട് ഖുർആൻ പറഞ്ഞു, മതത്തെ നിഷേധിക്കുന്നവൻ മറ്റാരുമല്ല, അനാഥനെ ആട്ടിപ്പായിക്കുകയും പാവപ്പെട്ടവന് ഭക്ഷണം നൽകുന്നത് നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നവനാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീമ വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. ദരിദ്രന് ഭക്ഷണം നൽകാൻ പ്രോത്സാഹനം കൊടുക്കാത്തവൻ,
അനാഥനെ ആട്ടിപ്പായിക്കുന്നവൻ അവനാണ് മതനിഷേധി എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഫവൈലുൽ ലിൽ മുസല്ലീൻ. നമസ്കരിച്ചവർക്കാണ് നാശം മുഴുവൻ. നമസ്കരിച്ചവർക്ക്, ആരാധന നടത്തിയവന്. എന്നിട്ട് ഖുർആൻ പറയുന്നു ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ അല്ലദീന ഹും യംനഊൻ, പിന്നെ അല്ലദീന ഹും യുറാഊന വയംനഊനൽ മാഊൻ. ഒരു കൊച്ചു നന്മയെപ്പോലും നിരുത്സാഹപ്പെടുത്തുകയും എന്നാൽ ആരാധനകളെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ആ ദിവ്യമായ സ്മരണകളിൽ ഒരിക്കൽ പോലും മനസ്സുടക്കാതെ പോകുന്ന നമസ്കരിക്കുന്ന ആളുകൾക്കാണ് നാശം എന്നാണ് പരിശുദ്ധ ഖുർആൻ. ഇപ്പോൾ ഉള്ളത് അതാണ്. കപട സന്യാസിയും കപട പണ്ഡിതനും അല്ലെങ്കിൽ വേഷങ്ങളിൽ മാത്രമായി നിൽക്കുന്ന വിശ്വാസിയും നിലനിൽക്കുന്ന കാലമാണ്. നാരായണ ഗുരു ഇങ്ങനെ പറയുന്നത് കാണാം, ഈ ആധ്യാത്മിക രഹസ്യത്തിൻ്റെ മുഴുവൻ ഭാവമായി നിൽക്കുന്ന ത്രിപുടി, അത് മുടിഞ്ഞ് തെളിഞ്ഞേണ്ട ദീപം കപടയതിക്ക് ലഭ്യമാവില്ലെന്നാണ് നാരായണ ഗുരു. ത്രിഭുവന സീമ കടന്നു തിങ്ങിവിങ്ങും ത്രിപുടി മുടിഞ്ഞു തെളിഞ്ഞിടുന്ന ദീപം കപടയതിക്കു കരസ്ഥമാകുവീലെന്ന ഉപനിഷത്തു കുതി രഹസ്യമൂർത്തിയിടേണം എന്ന് നാരായണ ഗുരു പാടുന്നുണ്ട്. കേരളത്തിൻ്റെ മഹാഭാഗ്യങ്ങളിലൊന്നാണ് നാരായണ ഗുരു. ഞാൻ ഉറച്ചു പറയുന്നു, ശ്രീനാരായണ ഗുരുവും അതുപോലെ തന്നെ VT ഭട്ടതിരിപ്പാടും ഭട്ടതിരിപ്പാടിൻ്റെ ശിഷ്യനായ EM ശങ്കരൻ നമ്പൂതിരിപ്പാടും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ മുസ്ലിം ഉമ്മത്തിന് അഭിമാന അർഹമാകുന്ന വിധമുള്ള ഒരു സ്ഥാനം നൽകാൻ വേണ്ടി പരിശ്രമിക്കുകയും ഈ നാടിൻ്റെ സാഹോദര്യം നിലനിർത്താൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്ത സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുമൊക്കെ ഈ നാടിൻ്റെ വലിയ സൗഭാഗ്യമാണ്. ഈ നാടിൻ്റെ വലിയ സൗഭാഗ്യമാണ്. അവരൊക്കെ ഈ നാടിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ അവരൊക്കെ വലിയ മതവിശ്വാസികളായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഈ മതവിശ്വാസം മനുഷ്യത്വത്തിൻ്റെ നേരെ പിടിക്കാൻ കഴിയുന്ന ഒരു ചൂണ്ടുവിരലായിരുന്നില്ല. അവർ ആ മനുഷ്യത്വത്തിൻ്റെ മുഖത്തോട് സ്നേഹത്തോടു കൂടെ കാണാനും ആ സൗന്ദര്യത്തെ അർത്ഥത്തിൽ ആവാഹിക്കാനും കഴിഞ്ഞ മഹാരഥന്മാരായിരുന്നു. നമുക്ക് സംഭവിച്ചത് നേരെ തിരിച്ചായി മാറുന്നു. ഇന്ന് നാരായണ ഗുരുവിൻ്റെ പേരിൽ വർഗീയത ഉണ്ടാക്കപ്പെടുന്ന, അതുപോലെ മഹാരഥന്മാരായ ആചാര്യന്മാരുടെ പേരിൽ വർഗീയത ഉണ്ടാക്കപ്പെടുന്ന ഒരു ഭീതിതമായ ഒരു കാളരാത്രികൾ പിറവികൊള്ളുന്നുവോ എന്ന് പേടിക്കേണ്ടി വരുന്ന വിധം നമ്മൾ വലിയ പ്രചണ്ഡമായ പ്രചാരണങ്ങളിലേക്ക് പലരും പോവുകയാണ്. ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്ന മുഖം നഷ്ടപ്പെട്ട പുസ്തകത്തിൻ്റെ കാലമാണ് അല്ലേ? നമുക്കൊന്നും പുസ്തകങ്ങളിൽ ഈ പുസ്തകത്തിൽ ഒരിക്കലും മുഖമുണ്ടാവാറില്ല. ഫേസ്ബുക്ക് എന്നാണ് പേര്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ മുഖം മറച്ചിരുന്ന് സകലമാന വിഷവും വമിപ്പിക്കുകയാണ് പലരും, വലിയ ധ്രുവീകരണത്തിന് സാധ്യമാകുന്ന വിധം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, ഒരു നൊടിയിട കൊണ്ട് പോലും സമൂഹത്തിൽ വർഗീയ വിഷമുണ്ടാക്കാൻ സാധ്യമാകുന്ന ഒന്നും നിങ്ങളുടെ മനസ്സുകൊണ്ടോ കൈകൊണ്ടോ ചലിപ്പിക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അങ്ങനെ കഴിയാതിരിക്കാനാണ് ഈ മസ്ജിദ്. ഇവിടെ നമസ്കരിക്കുന്നവൻ്റെ ഹൃദയത്തിൽ പ്രകാശമുണ്ടാകും. ആ ഹൃദയപ്രകാശം അത് വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അള്ളാഹുവിൻ്റെ പ്രകാശമാണ്. ആ പ്രകാശം ഒരാൾക്കെത്തിയാൽ ആ വെളിച്ചം കൊണ്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ മനുഷ്യസ്നേഹിയായിട്ട് മാത്രമേ ജീവിക്കാൻ കഴിയൂ. ആ മനുഷ്യസ്നേഹിയുടെ പിറവിയാണ് ഒരു മസ്ജിദിൻ്റെ പിറവി. അല്ലാതെ ഈ മസ്ജിദിൻ്റെ ആകാര സൗന്ദര്യങ്ങളിലൊന്നും നാം വലിപ്പം കാണുന്നില്ല. വലിപ്പം കാണാൻ കഴിയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പ്രവാചകൻ പറഞ്ഞത്, ഒരു കാലം വരും അന്ന് മസ്ജിദുകൾ ഉണ്ടാകും ഗംഭീരമായി, പക്ഷേ അതിൻ്റെ അകത്തളങ്ങളിൽ അതിൻ്റെ ആത്മചൈതന്യം നഷ്ടപ്പെടുമെന്നാണ്. ഫഹിയ ഖറാബും മിനൽ ഹുദ, ഹുദയില്ലാതെ പോകുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിറ്റ് ജവഹർലാൽ ഞാൻ ഓർത്തു പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കാര്യം, അദ്ദേഹം ചരിത്രത്തെ ഏറ്റവും മനോഹരമായി വ്യാഖ്യാനിക്കുകയും പറയുകയും ചെയ്ത ആളാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നത് കാണാം, ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായി അദ്ദേഹം പറയുന്നു, നൂറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന വലിയ ക്ഷേത്രങ്ങളും മസ്ജിദുകളും അതുപോലെ തന്നെ വലിയ മനോഹരമായ ചർച്ചുകളും ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉള്ളടക്കങ്ങളിൽ ചൈതന്യമുണ്ട്. പക്ഷേ ഇന്ന് thousands of temples and mosques and cathedrals continue to be built. നിരന്തരം മസ്ജിദും അതുപോലെ തന്നെ ചർച്ചും ക്ഷേത്രവും ഉണ്ടാകുന്നു. But they lack the spirit that made them live during the Middle Ages. മധ്യകാലങ്ങളിൽ അവയ്ക്കുണ്ടായിരുന്ന ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മഹല്ലിലെ എല്ലാ വിഭാഗം ആളുകളോടും പറയുന്നു, ഈ പള്ളിയുടെ ഈ ചൈതന്യം എന്ന് പറയുന്നത് ഈ വെള്ളപൂശി ഉണ്ടാക്കിയ സൗന്ദര്യമല്ല. നമസ്കരിക്കുമ്പോൾ കണ്ണു നനഞ്ഞു നിന്ന് അല്ലാഹുവേ ഈ നമസ്കാരം നീ സ്വീകരിക്കണമേ എന്ന് പറയാൻ കഴിയുന്ന ധന്യമായ ധ്യാനത്തിൻ്റെ മനസ്സുള്ള വിശ്വാസി അവനുണ്ടാകണം. അവനുണ്ടായാൽ ഒരു നാട് നന്നാകുമെന്ന് വിശുദ്ധ ഖുർആനും വിശുദ്ധ പ്രവാചകനും നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരു ഖുദ്സിയായ ഹദീസിൽ ഇങ്ങനെ പറയുന്നത് കാണാം,
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, അള്ളാഹു പറയുന്നതായി, ഇന്നി ലഅഹുമ്മു അലാ അഹ്ലിൽ അർളി അദാബൻ, ഭൂമിയിൽ അദാബ് ഇറക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാൻ അവിടെ കണ്ടത് ഫലമ്മാ നദർതു ഇലാ ഉമ്മാരിൽ മസാജിദ്, പള്ളിയുടെ പരിപാലകരായ ഒരു പറ്റം ആളുകളെ കണ്ടപ്പോൾ, വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അർദ്ധരാത്രിയിൽ ആരും കാണാത്ത ഇരുട്ടിന്റെ ഗർഭത്തിലിരുന്ന് ദൈവമേ നീ എൻ്റെ പാപങ്ങൾ പൊറുക്കുമോ എന്ന് ചോദിക്കുന്ന, അള്ളാഹുവേ നീ എൻ്റെ പാപങ്ങളെ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളായ ചിലരെ കണ്ടപ്പോൾ, വൽ മുത്തഹാബീന ഫിയ്യ, സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന സുഹൃത്തുക്കളെ കണ്ടപ്പോൾ, അവരെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ശിക്ഷയെ തന്നെ മാറ്റിക്കളഞ്ഞു എന്ന് അള്ളാഹു പറയുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹവും ഭക്തിയും തമ്മിലുണ്ടാകേണ്ട ബന്ധം എത്രമേൽ മനോഹരമായാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനോടുമുള്ള സ്നേഹം, സകലതിനോടുമുള്ള സ്നേഹം. ലൻ തുഅ്മിനു ഹത്താ തർഹമു, നിങ്ങളാരും കരുണ ചെയ്യുന്നത് വരെ നിങ്ങളാരും മുഅ്മിനീങ്ങൾ വിശ്വാസികളാകില്ലെന്ന് പറയുന്നു സ്വഹാബാക്കളോട് പ്രവാചകൻ. ആ പ്രവാചകാനുയായികൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്, ഞങ്ങൾ എല്ലാവരോടും കരുണ ചെയ്യുന്നവരാണല്ലോ, പിന്നെ എന്തേ അങ്ങ് ഉദ്ദേശിച്ചത്? അപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്, ഇന്നഹു ലൈസ ബിറഹ്മതി അഹദികും സാഹിബ, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ചെയ്യുന്ന കാരുണ്യത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്, റഹ്മത്തുൽ ലിൽ ആം, സകലതിനോടും സകല ജന്തുജാലങ്ങളോടും ചെയ്യുന്ന കാരുണ്യം, ആ കാരുണ്യമാണ് പ്രധാനം എന്ന് പറയാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയട്ടെ, എന്തിനോടും ഒരു പുൽക്കൊടിയോട് പോലും ഉണ്ടാകേണ്ട കാരുണ്യമില്ലാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മതവിശ്വാസത്തെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയാൻ കഴിയില്ല. എല്ലാ ദർശനങ്ങളും ഒരു നന്മയുടേതാണ്. മാക്സ് പോലും മാനവികതയുടെ, മനുഷ്യത്വത്തിൻ്റെയും വലിപ്പം പറയാനാണ് മാർക്സിസം എന്ന മനോഹരമായൊരു സിദ്ധാന്തം കൊണ്ടുവരുന്നത്. കമ്മ്യൂണിസം, അവിടെ ഒരു അടിസ്ഥാന വർഗമുണ്ട്, തൊഴിലാളി. അവൻ്റെ കണ്ണു നനയുമ്പോഴാണ് ആ നനഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾക്കൊരു പുതിയ ലോകമുണ്ടാകും എന്ന് മാർക്സ് പറഞ്ഞു വരുന്നത്. അങ്ങനെയാണ് ലോകത്തെ എല്ലാ ദാർശനികന്മാരുടെയും നന്മ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെയും വേണമെങ്കിൽ നിരന്തരമായ മറ്റു വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കിയാൽ ഒരു മാവോയിസ്റ്റിനെ കാണാം തീവ്രവാദിയായി, ഒരു ഇസ്ലാമിസ്റ്റിനെ കാണാം തീവ്രവാദിയായി, ഒരു ഹൈന്ദവ സഹോദരനെ കാണാം തീവ്രവാദിയായി, ഒരു ഇവാഞ്ചലിസ്റ്റ് ക്രൈസ്തവനെ കാണാം തീവ്രവാദിയായി. പക്ഷേ അതിനാരാ മതം എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുമെങ്കിൽ സാക്ഷാൽ ഗൗതമ ബുദ്ധൻ, സിദ്ധാർത്ഥ ഗൗതമ ബുദ്ധൻ എന്ന ഒരു കിളിയുടെ മുമ്പിൽ, പിടഞ്ഞു തീരുന്ന കിളിയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു തീർത്ത ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഹിംസാ സിദ്ധാന്തിയായ അഭിവന്ദനായ ബുദ്ധൻ, അദ്ദേഹത്തിൻ്റെ ബൗദ്ധ സിദ്ധാന്തങ്ങൾ മുഴുവനും അഹിംസയിൽ അധിഷ്ഠിതമാണ്. പക്ഷേ അതേ ബൗദ്ധന്മാരാണ് ബർമയിൽ രോഹിംഗ്യ മുസ്ലിങ്ങളെ, കുഞ്ഞുമക്കളെ കൊണ്ടുപോയി തീയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കരിഞ്ഞ മണം വരുമ്പോൾ ആ മനുഷ്യമാംസത്തിൻ്റെ കത്തിയ മണത്തിനെ പോലും വലിയ സന്തോഷത്തോട് ആഹ്ലാദാരവത്തോടുകൂടെ കാണുന്ന രീതിയിലേക്ക് മൃഗതുല്യമായ ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് വരുമ്പോൾ, ബൗദ്ധൻ ക്രൂരനാണെന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങൾ എന്തു പറയും? സ്നേഹത്തിൻ്റെ മഹാസന്ദേശം പറഞ്ഞ യേശുവിൻ്റെ, അല്ലെങ്കിൽ ക്രൈസ്തവമായ വിശ്വാസങ്ങളുടെ എല്ലാ വലിപ്പങ്ങളെയും അറിഞ്ഞിട്ട് പറയട്ടെ, 2000-ലാണ് ഒക്ലഹോമയിൽ ബോംബ് സ്ഫോടനമുണ്ടായപ്പോൾ അമേരിക്കയുടെ അധികാരികൾ മുഴുവനും ആ ബോംബ് സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിയെ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇസ്ലാമിസ്റ്റാണ്, തീവ്രവാദിയാണെന്നൊക്കെ ലോകം പറയുമ്പോൾ കൊണ്ടുവന്ന് പേര് ചോദിക്കുമ്പോൾ അത് ജോർജ് എന്നാണ് പേര്, ജോർജ് തിമോത്തിയോ. അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ ചെയ്യാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, 2000 ആണ്ട് പറക്കുന്നതോടുകൂടെ ലോകം അവസാനിക്കണം, ഇല്ലെങ്കിൽ അവസാനിപ്പിക്കും. ബിബ്ലിക്കൽ സിദ്ധാന്തങ്ങളെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അങ്ങനത്തെ വലിയൊരു വട്ടിലേക്കെത്താം. അതൊരു ഭ്രാന്താണ്. സിദ്ധാന്തങ്ങളെയും മതവിശ്വാസങ്ങളെയും തങ്ങൾക്ക് ഉതകുന്ന വിധം വ്യാഖ്യാനിച്ചുണ്ടാകുന്ന ഭ്രാന്ത്, ആ ഭ്രാന്ത് എല്ലാവർക്കും പിടികൂടാം. പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചിട്ട് എന്ത് അബദ്ധവും പറയാം. പക്ഷേ ഞാൻ പറയുന്നു, ഖുർആനെ വ്യാഖ്യാനിക്കല്ല വേണ്ടത്. ഖുർആനെ വ്യാഖ്യാനിക്കാൻ ഇന്ത്യയിൽ ഒരു കാലത്ത് കോടതി പോലും തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കോടതികളിൽ ചില കേസുകൾ വന്നപ്പോൾ ഞാൻ ആ കേസുകൾ പലപ്പോഴും അത്ഭുതത്തോടെ വായിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമാണ്, ഇറ്റ് വുഡ് ബി റോങ് ഫോർ ദ കോർട്ട് ടു പുട്ട് ദെയർ ഓൺ കൺസ്ട്രക്ഷൻ ഓൺ ദ ഖുർആൻ എന്ന് കോടതി പറയുന്നത് കാണാം. കോടതിക്ക് ഖുർആന്റെ കാര്യത്തിൽ സ്വയം വ്യാഖ്യാനം ഉണ്ടാക്കാൻ കഴിയില്ല. എന്തേ അങ്ങനെ പറയാൻ കാരണം? എന്തിനും അതിൻ്റെ അവസരമുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ വന്നു. അധ്യാപകൻ കുട്ടികളോട് പറയാണ്, നിങ്ങൾ നോട്ട് കൊണ്ടുവന്നോ? എല്ലാവരും നോട്ട് കൊണ്ടുവന്നു കൊടുത്തു, ഒരു ബിരുദനൊഴിച്ച്. ആ ബിരുദൻ നോട്ട് കൊണ്ടുവന്നിട്ടില്ല. ടീച്ചറുടെ മുഖം ദേഷ്യം കൊണ്ട് വിജൃംഭിതമായി. ടീച്ചർ ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞു,
നാളെ നീ നോട്ട് കൊണ്ടുവരാതെ ഇങ്ങോട്ട് വന്നേക്കണം. അത് നോട്ടീസ് ബോർഡിൽ എഴുതിയാൽ എങ്ങനെ തോന്നും? ടീച്ചർ ക്ലാസ്സിൽ വന്നു, പക്ഷേ ഇന്നയാൾ ടീച്ചർക്ക് നോട്ട് കൊണ്ടു കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ടീച്ചർ പറഞ്ഞു, നാളെ നീ ക്ലാസ്സിൽ നോട്ട് കൊണ്ടുവരാതെ വരണം. അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അല്ലല്ലോ, അങ്ങനെയല്ലല്ലോ അതിൻ്റെ അർത്ഥം. അങ്ങനെയല്ലെന്ന് ആരാ പറയേണ്ടത്? ആരാ വ്യാഖ്യാനിക്കേണ്ടത്? ആ ടീച്ചറുടെ ബോഡി ലാംഗ്വേജ് കണ്ട, ആ ടീച്ചറുടെ മുഖഭാവം ശ്രദ്ധിച്ച, ആ ടീച്ചറുടെ അടുക്കലിരുന്ന കുട്ടികളാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. മുഹമ്മദ് നബിയുടെ വാക്കുകൾ വ്യാഖ്യാനിക്കേണ്ടത് സ്വഹാബാക്കളാണെന്ന് നാം പറയാൻ കാരണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ്. അതത് കാലങ്ങളിൽ അതത് പ്രവാചകന്മാർ, അതത് സമൂഹത്തിലെ നേതാക്കന്മാർ പറഞ്ഞ പിന്നെ പ്രവചനങ്ങളോ വാക്കുകളോ അതിനെ മറ്റൊരാൾ കാലങ്ങൾക്കു ശേഷം വ്യാഖ്യാനിച്ചാൽ വലിയ അബദ്ധവും. അതുകൊണ്ടല്ലേ നാം നോക്കൂ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിൽ രണ്ടുപേരിങ്ങനെ നിൽക്കുന്നു ഏറ്റുമുട്ടാൻ. അപ്പോഴാണ് അർജുനൻ തൻ്റെ ബന്ധുജനങ്ങളോട് ഞാൻ എങ്ങനെ ഏറ്റുമുട്ടുമെന്ന് ചോദിച്ചിട്ട് തൻ്റെ രഥത്തിൽ ഗാന്ധീവം താഴെ വച്ചിരിക്കാൻ തയ്യാറാകുന്നത്. എന്നിട്ടാണ് അർജുനൻ ഇങ്ങനെ ചോദിച്ചത് കൃഷ്ണനോട്, കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇശുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ ഹരിസൂദന. ഞാൻ എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത് ഭീഷ്മരോട്? എങ്ങനെയാണ് ദ്രോണാചാര്യരോട് യുദ്ധം ചെയ്യേണ്ടത്? എൻ്റെ ഈ അമ്പുകൾ കൊണ്ട് ഞാൻ അവരോട് എങ്ങനെ യുദ്ധം ചെയ്യുമെന്ന് ചോദിക്കുമ്പോഴാണ് ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നേദത്വയുപപദ്യതേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപ. മനോവിഷമൊക്കെ മാറ്റിവെച്ച് നീ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞതല്ലേ ഗീത? എന്നാൽ പിന്നെ ഗീത നാളെ മുതൽ വേണ്ടെന്ന് പറയാൻ നമുക്കാവോ? ഇല്ല. എന്തുകൊണ്ടല്ല? അത് അതിൻ്റെതായ ദാർശനികമായ അർത്ഥങ്ങളിലൂടെ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഗാന്ധിജി നെഞ്ചടക്കി പിടിച്ചിരുന്നു ഭഗവത്ഗീതയെന്ന് നാം കാണുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മഹാഗ്രന്ഥങ്ങളുടെ അർത്ഥങ്ങളും ഉള്ളടക്കങ്ങളും പറയേണ്ടവരെ പറയാവൂ. അറിയേണ്ടവരതിനെ അറിയുകയും പറയേണ്ടവരതിനെ പറയുകയും ചെയ്യാതിരുന്നാൽ വലിയ അബദ്ധങ്ങളുണ്ടാകും. ആ അബദ്ധമാണ് ചിലപ്പോഴൊക്കെ സംഭവിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് ഈ മസ്ജിദിൻ്റെ ഉള്ളുകളിൽ ചൈതന്യമുള്ള, നന്മയുള്ള, പ്രകാശമുള്ള ഒരു ധർമ്മവിശ്വാസിയായ ഒരു വിശ്വാസി പിറക്കുമ്പോൾ അത് ഈ ചുറ്റുവട്ടങ്ങളുടെ മുഴുവൻ പ്രകാശമാവും. മദീനയുടെ പള്ളിയിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുമിച്ച് കൂടാൻ കഴിയുമാറ് അവിടെ ഒരു ഖത്തീബ് ഉണ്ടായിരുന്നു, അവിടെ ഒരു ഇമാം ഉണ്ടായിരുന്നു. ആ ഇമാമിൻ്റെ മുമ്പിൽ നജ്റാനിലെ ക്രൈസ്തവ സഹോദരന്മാർ വന്നു. ആ ക്രൈസ്തവ സഹോദരന്മാർക്ക് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ട മസ്ജിദിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുന്നു ആ ഇമാം. ആ മഹാനായ ഇമാമാണ് ലോകം കണ്ട മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഇമാമുകളുടെ പ്രതിനിധി, ആ ഇമാമിൻ്റെ പ്രതിനിധികളാണ് ലോകത്തെ ഏതു പള്ളിയിലെയും ഇമാം. ഇവിടെയും ഒരു ഇമാം ഇരിക്കുന്നു. അദ്ദേഹം ഈ നാടിൻ്റെ മുഴുവൻ വിളക്കുമാടമായി നിൽക്കണം. അദ്ദേഹം ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യൻ്റെയും അഭയമാകണം. ഓരോ മനുഷ്യൻ്റെയും കണ്ണുനീരിൻ്റെ സങ്കടങ്ങളുടെ കടലു കാണാൻ കഴിയുന്ന ഒരു വലിയ കണ്ണ് അദ്ദേഹത്തിനുണ്ടാകണം. ആ കണ്ണുകൊണ്ട് അദ്ദേഹം നോക്കുമ്പോൾ അവിടെ മനുഷ്യൻ എന്നതിനപ്പുറത്ത് മറ്റു ഭേദങ്ങൾ കാണാൻ കഴിയാത്ത വിധം ഭേദാതീതമായ മനുഷ്യത്വത്തിൻ്റെ ചിന്തയുണ്ടാകുന്ന ഒരു വലിപ്പം അദ്ദേഹത്തിന് ആർജിക്കാൻ സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. അള്ളാഹു ആ അർത്ഥത്തിൽ ഈ ഒരു മസ്ജിദിൻ്റെ ഉള്ളടക്കങ്ങളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിരന്തരമായി അതിനെ പ്രകാശപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എപ്പോഴും വിദ്വേഷങ്ങൾക്ക് വിരുദ്ധമായി നിൽക്കുക. വിദ്വേഷങ്ങൾ ഈ നാടിനെ നശിപ്പിക്കുകയുള്ളൂ. മദ്ഹബ് നഹീം സിഖാത്ത അപ്പസ്മേം ഭൈർ രഖ്ന ഹിന്ദി ഹേ ഹം ഹിന്ദുസ്ഥാൻ ഹമാര. അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ അല്ലേ, മദ്ഹബ് നഹീം സിഖാത്ത. മദ്ഹബ് അതായത് മതം പഠിപ്പിച്ചു തരുന്നില്ല. ആപ്പസ്മേം ഭൈർ രഖ്ന, നമുക്കിടയിൽ വൈര്യം പകരാൻ മതം പറയുന്നില്ല. ഹിന്ദി ഹേ ഹം, നാം ഇന്ത്യക്കാർ. ഹിന്ദുസ്ഥാൻ ഹമാര ഹിന്ദുസ്ഥാൻ. ഈ ഭൂപ്രദേശം കാളിദാസന്റെ കവിത പോലെ എത്രയോ വൈവിധ്യങ്ങളുടെയും ഋതുഭേദങ്ങളുടെയും ഈ വർണ്ണരാജി പോലെ തിളങ്ങി നിൽക്കുന്ന ഇന്ത്യ, ഈ സംസ്കാരങ്ങളുടെ വൈവിധ്യങ്ങളുടെ പൂങ്കാവനം. ആ പൂങ്കാവനത്തെ നോക്കിയല്ലേ ഹംബുൽ ബുലേഹെ ഇസ്കി യേ ഗുലിസ്ഥാൻ ഹമാര, ഇതെൻ്റെ പൂങ്കാവനം, ഇത് നമ്മുടെ പൂങ്കാവനം. വൈവിധ്യങ്ങളുടെ മതങ്ങളുടെ പൂങ്കാവനമായി നിൽക്കുന്ന ഇന്ത്യ അങ്ങ് ബഹിരാകാശത്ത് നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാജി അന്നത്തെ ബഹിരാകാശ സഞ്ചാരിയോട് ചോദിച്ച ചോദ്യം ഇതാണ്, ഹമാര ഹിന്ദുസ്ഥാൻ കൈസാ ഹേ, എന്താ നമ്മുടെ ഹിന്ദുസ്ഥാൻ? അവിടെ നിന്ന് നോക്കുമ്പോൾ എങ്ങനെ തോന്നി? ഒരു ദേശസ്നേഹിയായ പ്രധാനമന്ത്രി അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ ചോദിക്കുക? ഹമാര ഹിന്ദുസ്ഥാൻ കൈസാ ഹേ. രാകേഷ് ശർമ്മക്ക് മറുപടി പറയാനുണ്ടായിരുന്ന ഒറ്റ വാക്യം ഇതാണ്,
സാരേ ജഹാം സെ അച്ഛാ ഹിന്ദുസ്ഥാൻ ഹമാര. ഞാൻ നെഞ്ചു ചേർത്ത് ഉറക്കെ വിളിച്ചു പറയുന്നു, എൻ്റെ ഈ ദേശം, സഹസ്രാബ്ദങ്ങളുടെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന എൻ്റെ ദേശം, മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തിയെ നെഞ്ചേറ്റിയ ഈ ദേശം, ബാബ ഫരീദുദ്ദീൻ ശകർഗഞ്ചിനെ നെഞ്ചേറ്റിയ ഈ ദേശം, ഗുരുനാനാക്കിന് പിറവി കൊടുത്ത ദേശം, എൻ്റെ ഈ മണ്ണ് വൈവിധ്യങ്ങളുടെ പൂങ്കാവനമായി നിലനിൽക്കേണ്ട മണ്ണാണ്. അതുകൊണ്ട് ഇവിടെയും ഒരു ചരിത്രം വീണ്ടും ആവർത്തിച്ചു എന്നാണ് എനിക്ക് കുറിപ്പ് തന്നത്. അതായത് ഈ പള്ളി പണിയുമ്പോഴും മരം മുറിച്ചു തന്നതും ഇതുപോലെ തന്നെ ഹൈന്ദവ സഹോദരന്മാർ കൂടിയാണെന്നറിയുമ്പോൾ, അള്ളാഹുവേ, ഈ ദേശം, ഈ ഗ്രാമം ലോകത്തിനു തന്നെ മാതൃകയാകട്ടെ. എൻ്റെ ഹിന്ദു സഹോദരന്മാരോട് ഞാൻ അവരെ മുഴുവനും എൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്തുകൊണ്ട് പറയട്ടെ, നമുക്ക് ഇതിനേക്കാൾ വലിയൊരു മാതൃക കാട്ടാനില്ല. പരസ്പരം സ്നേഹിച്ചും പരസ്പരം സങ്കടം പറഞ്ഞും പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ട് പോയും നമുക്ക് ഈ നാടിന്, ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ സാധ്യമാകുന്നൊരവസ്ഥയുണ്ടാകട്ടെ. അതിനിടയിൽ വൈര്യം പകരുന്നവരോട് പറയുക, നീ വൈരാഗ്യം പഠിപ്പിക്കുമെങ്കിൽ, നീ വൈര്യവും സ്പർദ്ധയും പഠിപ്പിക്കുമെങ്കിൽ, നീ പറയുന്ന മതമല്ല എൻ്റെ മതവിശ്വാസം എന്ന് പറയാൻ നമുക്ക് തൻ്റെയിടമുണ്ടാകട്ടെ. അള്ളാഹു ദൈവം തമ്പുരാൻ ജഗന്നിയന്താവ് അതിന് അനുഗ്രഹം തരുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും എൻ്റെ സ്നേഹനിർഭരമായ ധന്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു.